السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. رب يسر ولا تعسر وأتمم بالخير. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബില്ലാഹി തൗഫീഖ്. നമ്മൾ ഇൻഷാ അല്ലാഹ് വിശുദ്ധ ഖുർആനിലെ 103-ാമത്തെ അധ്യായം സൂറത്തുൽ അസ്ർ ആണ് മനസ്സിലാക്കാൻ പോകുന്നത്. ഈ ഒരു സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി കൊടുക്കുന്നത് സൂറത്തു ഷർഹിന് ശേഷമാണ്. അലം നശ്റഹ് എന്ന് തുടങ്ങുന്ന സൂറത്തു ഷർഹിന് ശേഷമാണ് ഈ ഒരു സൂറത്ത് അവതരിക്കപ്പെടുന്നത്. മക്കയിലാണ് അവതരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 3 ആയത്തുകളാണുള്ളത്. 40 വാക്കുകളും അതുപോലെ 68 ഹുറൂഫുമാണ് സൂറത്തുൽ അസ്ർ എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്, വളരെ ചെറിയ സൂറത്താണ് അല്ലേ. നമുക്കറിയാം സൂറത്തുൽ കൗസറിന് ശേഷം പിന്നീട് ചെറുതേതാന്ന് ചോദിച്ചാൽ സൂറത്തുൽ അസ്റാണ്. സുബ്ഹാനല്ലാഹ്, പക്ഷെ ഒരു ഇസ്ലാമിന്റെ സമ്മറി തന്നെ ഈ ഒരു സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമുക്ക് എന്താണ് ഈ ഒരു സൂറത്തിന്റെ പ്രാധാന്യം എന്ന് നോക്കാം. ഈ സൂറത്തിന് പ്രത്യേകിച്ച് അസ്ബാബ് നുസൂലായിട്ടൊന്നുമില്ല, അതായത് റീസൺ ഫോർ റെവലേഷൻ എന്ന് പറയാനില്ല. പക്ഷെ നമുക്കറിയാം ഏത് സമയത്തും എപ്പോഴും ഒരു മുസ്ലിം ഒരു വ്യക്തിക്ക് ആവശ്യമുള്ള ഒരു മൗഇളയാണ് സൂറത്തുൽ അസ്ർ. സുബ്ഹാനല്ലാഹ്, അതുകൊണ്ട് എല്ലാ സമയത്തേക്കും ഈ ഒരു സൂറ റീസൺ ഫോർ റെവലേഷൻ ആണ് അല്ലെ. എല്ലാവർക്കും ഉള്ളൊരു റീസൺ തന്നെയാണ് ഈ ഒരു സൂറത്ത്. സുബ്ഹാനല്ലാഹ്. ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഈ ഒരൊറ്റൊരു അധ്യായം മാത്രമാണ് ഇറക്കിയിട്ടുള്ളെങ്കിൽ അത് മാത്രം മതിയാവും ഒരാൾക്ക്. സുബ്ഹാനല്ലാഹ്, അത് തന്നെ സഫിഷ്യൻ്റ് ആണ് എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്, കാരണം അതിൽ ഒരു മുസ്ലിം എങ്ങനെ ആകണം, എങ്ങനെ ആകരുത്, എങ്ങനെ നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റും, എങ്ങനെ നരകത്തിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കാൻ പറ്റും എന്നെല്ലാം വളരെ ചുരുങ്ങിയ വാക്കുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ ഇതിനർത്ഥം ഈ ഒരു സൂറ മാത്രമാണ് ഇമ്പോർട്ടൻ്റ് എന്നല്ല. പക്ഷെ ഈ ഒരു സൂറത്തിലൂടെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുന്നുണ്ട്. ഒരു മുഅ്മിനായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട്, അള്ളാഹുവിൻ്റെ വജ്ഹ് കാണാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിലൂടെ നമ്മളോട് പറയുന്നുണ്ട്. ഒരാൾക്ക് സ്റ്റഡ് ഫാസ്റ്റ് ആയിട്ട്, അതായത് അടിയുറച്ച് ഇസ്തിഖാമത്തോടു കൂടി ഈ ഒരു ദീനിൽ നിൽക്കാൻ ഈ ഒരു സൂറത്തിലെ കുറച്ച് ഉപദേശങ്ങൾ മാത്രം മതിയാവും. സുബ്ഹാനല്ലാഹ്. അതുപോലെ മറ്റൊരു സുന്നത്തായിട്ടുള്ള ഒരു കാര്യമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ അവരെന്താ ചെയ്യാന്ന് പറഞ്ഞാൽ, അവർ പരസ്പരം സംസാരിച്ച് അങ്ങനെ പിരിയുന്ന സമയത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സൂറത്തുൽ അസ്ർ പാരായണം ചെയ്യും. എന്നിട്ടാണ് അവർ തഹിയ അസ്സലാമു അലൈക്കും എന്ന് പറയും. അതായത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇങ്ങനെയായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ. കാരണം അവർക്ക് ഈ സൂറത്തിന്റെ പ്രാധാന്യം അറിയാം. അവർ പരസ്പരം അവസാനത്തിൽ വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ ആ ഒരു വാക്കുകൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് അവർക്ക് അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹക്ക് പറഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ സബർ ഉപദേശിച്ചുകൊണ്ടുമാണെന്ത് അവർ എപ്പോഴും പിരിയാറുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പം നമുക്കും തന്നെ മറ്റുള്ളവരടുത്ത് സംസാരിച്ച് പിരിയുമ്പോൾ നമുക്കിതുപോലെ നമുക്കും പറയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. നമുക്കും ഇതുപോലെ ഈ ഒരു സുന്നത്ത് റിന്യൂ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ. അപ്പോൾ ഈ ഒരു സൂറത്തിന്റെ പ്ലേസ്മെന്റ്, അതായത് ഈ സൂറ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹുമസക്കും അതുപോലെ തന്നെ സൂറത്തുൽ തകാസുറിനും ഇടയിലാണ് വെച്ചിട്ടുള്ളത് അല്ലേ. 102-ാമത്തെ സൂറത്ത് സൂറത്തുൽ തകാസുർ, പിന്നെ 103 സൂറത്തുൽ അസ്ർ, 104 സൂറത്തുൽ ഹുമസ. നമ്മൾ സൂറത്തുൽ ഹുമസയിൽ എന്തൊക്കെയാണ് നഷ്ടകാരികളുടെ സ്വഭാവം എന്ന് പഠിച്ചിട്ടുണ്ടായി അല്ലേ. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ സൂറത്തുൽ തകാസുറിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനം പറയുന്നുണ്ട് എന്ത്, സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം എന്ന് പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഈ സൂറത്തിന്റെ കണക്ഷൻസ് എന്ന് നോക്കാം. എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സൂറത്ത് ഈ 2 സൂറകൾക്കും ഇടയിൽ വെച്ചിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. സൂറത്തുൽ തകാസുറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറയുന്നത്, ആളുകൾ ഈ ലോകത്തെ കാര്യങ്ങൾ കൊണ്ട് ഡിസ്ട്രാക്റ്റഡ് ആയില്ലേ. അൽഹാകുമുത് തകാസുർ, അവർ ഈ ലോകത്തുള്ള ഓരോ കാര്യങ്ങളിൽ അവർ ഡിസ്ട്രാക്റ്റഡ് ആയി എന്ന് പറയുന്നുണ്ട്. സൂറത്തുൽ അസ്റിൽ പറയാണ് എന്താണ് ഏറ്റവും വലിയ ഡിസ്ട്രാക്ഷനും, അവരുടെ സമയം തന്നെയാണ്. അതായത് ഏറ്റവും വിലമതിക്കുന്ന സമയത്തെ അവർ തീരെ ശ്രദ്ധിക്കാണ്ട് അവർ
ഈ ലോകത്തെ കാര്യങ്ങളിൽ മുഴുകിയത് കൊണ്ട് അവരുടെ അസർ, അവരുടെ സമയം അവർ പാഴാക്കി കളഞ്ഞു. അതാണ് ഏറ്റവും വലിയ ഗ്രേറ്റസ്റ്റ് ഡിസ്ട്രക്ഷൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്താണ്. സുബ്ഹാനല്ലാഹ്. കാരണം അവരെന്താണ്, അവരവരുടെ എന്താണ് പറയുക, മാലും അല്ലെ, നമ്മൾ അടുത്ത സൂറത്തുൽ ഹുമസയിലൂടെ പറയുന്നുണ്ട് എന്താണ്, അവരുടെ മാല് എണ്ണിക്കൊണ്ടേയിരുന്നു. യഹ്സബു അന്ന മാലഹു അഖ്ലദ. അവർ വിചാരിച്ചു ഒരിക്കലും എന്താണ് ഇതൊന്നും അവസാനിക്കുന്നില്ല, അത് അവരെ ശാശ്വതരാക്കും എന്നവർ വിചാരിച്ചു. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെയാണ് എന്ത്, മനുഷ്യന്മാരുടെ നഷ്ടകാരികളാകാനുള്ള മെയിൻ കാരണം. കാരണം അവർ ഈ ആസറിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നില്ല. എന്താണ് ആസർ, നമ്മൾ ഇൻഷാ അല്ലാഹ് മനസ്സിലാക്കുന്നതാണ് കേട്ടോ. പിന്നെ ഈ രണ്ട് സൂറത്തിന്റെയും നടുവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചത് എന്താന്ന് വെച്ചാലും, എന്ത് കാര്യങ്ങളാണ് ഈ രണ്ട് ടൈപ്പ്, അതായത് സൂറത്ത് തകാസുറിൽ പറയുന്നതും അതുപോലെ തന്നെ സൂറത്തുൽ ഹുമസയിൽ പറയുന്ന ഈ ഒരു അതായത് ഖുസ്ർ എന്ന് പറഞ്ഞ നഷ്ടം എന്നാണ്. ആ നഷ്ടത്തിൽ നിന്ന് എങ്ങനെ സ്വയം സംരക്ഷിക്കാം എന്ന് 4 ഇൻഗ്രീഡിയൻസ് ഓഫ് സക്സസ് ആയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അസ്റിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ സൂറത്ത് കഹ്ഫിൽ നമുക്കറിയാം ഒരായത്തിൽ ലതറവുന്നൽ ജഹീം എന്ന് പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അതുപോലെ സൂറത്തുൽ ഹുമസയിൽ അതേ ടോണിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് ലയുംബദന്ന ഫിൽ ഹുതമ. സുബ്ഹാനല്ലാഹ്. ആദ്യം ജഹീം എന്ന് പറഞ്ഞു. ജഹീം എന്ന് പറഞ്ഞാൽ നരകത്തിന്റെ ഒരു പേരാണ് അല്ലെ. ഹുതമ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി, ക്രഷറാണ്. അതിലേക്ക് എന്തിട്ടാലും അത് ആകെ ഗ്രൈൻഡ് ചെയ്തിട്ട് നമ്മൾ മിക്സിൻ്റെ ഉള്ളിലിട്ടിട്ട് പിന്നെ പൊടി പോലും ഉണ്ടാവില്ല, അങ്ങനത്തെ ടൈപ്പ്, അത്രയും പൊടിയായിട്ടുണ്ടാവില്ല, പൊടി ഉണ്ടാകും, അത്രയ്ക്കും അതിൻ്റെ ഫുൾ സ്ട്രക്ചർ തന്നെ മാറിപ്പോകുന്ന രീതിയിലുള്ളതിനാണ് എന്ത് നമ്മൾ ക്രഷർ എന്ന് പറയും. അപ്പോൾ ഹുതമ എന്ന് പറഞ്ഞാൽ എന്താണ്, ക്രഷർ എന്നാണ്. അപ്പോൾ അള്ളാഹു പറയുന്നതാണ് ലയുംബദന്ന ഫിൽ ഹുതമ, തീർച്ചയായിട്ടും എറിയപ്പെടും. എന്നാലോ സൂറത്തുൽ കഹ്ഫിൽ ലതറവുന്നൽ ജഹീം, തീർച്ചയായിട്ടും അവർ ജഹീം കാണുക തന്നെ ചെയ്യും എന്ന് പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഈ രണ്ട് സൂറകൾക്കിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, എന്തായാലും നിങ്ങൾ ജഹീമിലേക്ക് എത്തിയിട്ടില്ല, നിങ്ങൾ ഹുതമയിലേക്ക് എത്തിയിട്ടില്ല, നിങ്ങൾ കുറച്ചും കൂടെ സമയമുണ്ട്. സൂറത്തുൽ അസ്റിലൂടെ പറയുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടെ സമയമുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ഖബറിൽ എത്തിയിട്ടില്ല. ഹത്താ സുർത്തുമുൽ മഖാബിർ, അല്ലെ, നിങ്ങൾ നിങ്ങളുടെ ഖബറിൽ എത്തുന്നത് വരെ എന്ന് പറയുന്നു. പക്ഷെ നിങ്ങൾ ഖബറിൽ എത്തിയിട്ടില്ല. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഹുതമയിൽ നിന്ന് സംരക്ഷിക്കാൻ സമയമുണ്ട്. നിങ്ങൾ പെട്ടെന്ന് തന്നെ എഴുന്നേൽക്കുക. അവസാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്, വളരെ കുറച്ച് സമയം മാത്രമേ നിങ്ങൾക്കുള്ളൂ. സ്പീഡപ്പ് എന്നുള്ള ഒരു രീതിയിൽ വെയ്ക്കപ്പ് എന്നോട് പറയില്ല, നമ്മൾ സ്കൂളിലേക്കൊക്കെ മക്കൾ എന്താണ് എണീക്കാൻ ലേറ്റ് ആയാലും വേണിക്ക് ഇനി സമയമില്ല, ഫസ്റ്റാക്ക് എന്ന് പറയില്ലേ. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എന്താണ് ഓർമ്മപ്പെടുത്താണ്, നമ്മളെ ഷെയ്ക്ക് ചെയ്യിപ്പിക്കുകയാണ്, നമ്മളെ കുലുക്കി ഉണർത്താണ്. നീ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, വേഗം നീക്ക് എന്നുള്ള രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, കുറച്ച് സമയമുള്ളൂ എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഈ ഒരു സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് 4 ഇൻഗ്രീഡിയൻസ് ഓഫ് സക്സസ് പറയുന്നുണ്ടെന്ന് പറഞ്ഞല്ലേ. മനുഷ്യന്മാരൊക്കെ എന്താണ് സത്യം പറഞ്ഞാൽ ഈ വേൾഡിൽ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് അവർക്ക് ഇനിയും വേണം അത്യാർത്ഥിയിലെ ആണ് യഥാർത്ഥത്തിൽ മനുഷ്യന്മാരുള്ളത്. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. പക്ഷെ അത് യഥാർത്ഥത്തിൽ എന്താണ്, ഈ ലോകത്തിലുള്ള എന്ത് സക്സസും ശരിക്കും ഒരു ലോസാണ്. അവർ സമയം മുന്നോട്ട് പോകുന്നത് അനുസരിച്ചിട്ട് അവരുടെ ഈ ആയുസ് ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് യഥാർത്ഥത്തിൽ എന്താണ്, ഒരു നഷ്ടം തന്നെയാണ് അല്ലേ. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് നമ്മൾ മെയിൻലി മനസ്സിലാക്കണം, സൂറത്തുൽ തകാസുറിലും സൂറത്തുൽ ഹുമസയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരുടെ പേഴ്സണൽ ആയിട്ടുള്ള അവരുടെ ഡിസ്ട്രാക്ഷനെ കുറിച്ച് പറയാണ്. പക്ഷെ എന്തിൽ നിന്നാണ് ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അസ്റിൽ പറയുന്നുണ്ട്. എന്തിൽ നിന്നൊക്കെയാണ്, ആമനു വഅമിലുസ് സ്വാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. ഈ 4 കാര്യങ്ങളിൽ നിന്നാണ് എന്ത്, മനുഷ്യർ യഥാർത്ഥത്തിൽ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പിന്നെ അടുത്തതായിട്ട് സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം എന്ന സൂറത്തുൽ തകാസുറിൽ അവസാനത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. എന്താ പറഞ്ഞത്, തീർച്ചയായിട്ടും ലതുസ്അലുന്ന, നിങ്ങളോട് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. എന്തിനെ കുറിച്ചിട്ട്, യൗമഇദിൻ അന്ന ദിവസം, എന്തിനെ കുറിച്ചിട്ട്, അനിൻ നഈം, നിങ്ങൾക്ക് നൽകിയിട്ടുള്ള നിഅമത്തുകളെ കുറിച്ചിട്ട്. സുബ്ഹാനല്ലാഹ്. നമുക്കറിയാം ഏറ്റവും വലിയ നിഅമത്ത് എന്താണ്, നമുക്ക് ഒരിക്കലും തിരിച്ച് കിട്ടാത്ത നിഅമത്ത് എന്താണ് യഥാർത്ഥത്തിൽ, നമ്മളുടെ സമയം തന്നെയാണല്ലേ. സുബ്ഹാനല്ലാഹ്. സമയം നമുക്ക് നമ്മളിപ്പോൾ ഈ കേൾക്കുന്ന നിമിഷം നമുക്ക് ഒരിക്കലും, നമ്മൾ എന്ത് തല കുത്തി മറിഞ്ഞ് നമ്മൾ ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് ഒരിക്കലും ആ സമയം നമുക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലേ, മനുഷ്യർ 2 കാര്യത്തിൽ അശ്രദ്ധരാണ്. അത് അവരിൽ നിന്ന് പോകുന്നത് വരെ അവർക്ക് അതിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ മനസ്സിലാകില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ്, ആരോഗ്യം അല്ലേ, അണ്ടിൽ സിക്നസ്, അസുഖം ആകുന്നത് വരെയുള്ള ആരോഗ്യം. അതുപോലെ തന്നെ ഫ്രീ ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുള്ള സമയം, ആ സമയം
നമ്മുടെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കണം. നമ്മൾക്കറിയാം സമയം നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ഒരിക്കലും നമ്മൾ അതിനെക്കുറിച്ചിട്ട് ചിന്തിച്ച് റിഗ്രറ്റായിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ കിട്ടുന്ന എല്ലാ സമയങ്ങളും നമ്മളെക്കൊണ്ട് മാക്സിമം എങ്ങനെ റബ്ബിൻ്റെ തൃപ്തി നേടാം, എങ്ങനെ അമലു സ്വാലിഹാത്ത് ചെയ്യാം എന്നുള്ളതായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം. അതാണ് നമ്മളുടെ ഈ ലോകത്തുള്ള പർപ്പസ് അല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അറിയുന്ന ഒരു ആയത്താണ് എന്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ആരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടില്ല എന്തിനു വേണ്ടിയിട്ട്, ഇല്ലാ ലിയഅ്ബുദൂൻ അല്ലേ. അത് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ആയത്താണ്. നമ്മളെ അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയിട്ടല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിന്ന് വർഗത്തെയും ഇൻസ് വർഗത്തെയും സൃഷ്ടിച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് നമ്മളോട് തന്നെ ചോദിക്കാം, എങ്ങനെയാണ് ഞാൻ എൻ്റെ സമയത്തിനെ ചെലവഴിക്കുന്നത്, എങ്ങനെ ഞാൻ എൻ്റെ ആരോഗ്യത്തിന് ചെലവഴിക്കുന്നത്. അൽഹംദുലില്ലാ, ഇന്നലെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കേണ്ടായി. സുബ്ഹാനല്ലാഹ്. അതിലൊരു കുട്ടി കംപ്ലീറ്റ്ലി, ആ കുട്ടിക്ക് കൈ പോലും എന്താണ് പറയുക, ശേഷിയില്ലാത്ത, കാലുകളൊക്കെ ശേഷിക്കുറവുള്ള ഒരു കുട്ടിയാണ്. കുട്ടി പാട്ട് പാടാൻ വേണ്ടിയിട്ട് സ്റ്റേജിലേക്ക് കയറ്റിയതാണ്. സുബ്ഹാനല്ലാഹ്. കാണുമ്പോൾ തന്നെ നമുക്ക് സങ്കടം തോന്നും. അങ്ങനത്തെ ഒരു അവസ്ഥയുള്ള ഒരു കുട്ടി. ആ കുട്ടിയുടെ കയ്യിൽ മൈക്ക് കൊടുത്തപ്പോൾ മൈക്ക് കുട്ടിയുടെ കയ്യിൽ നിൽക്കുന്നില്ല, അത് വീണ് പോവാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ആ കുട്ടിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് പറയുക, ആ കൈകാലുകൾ സ്ട്രോങ് ആയി കൊടുത്തിട്ടില്ല അല്ലേ. ആ കുട്ടിക്ക് നിൽക്കാനോ നടക്കാനോ പറ്റുന്നില്ല. സുബ്ഹാനല്ലാഹ്. നമുക്ക് ആ അനുഗ്രഹങ്ങളൊക്കെ റബ്ബ് നൽകിയിട്ടുണ്ട്. നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ട് അൽഹംദുലില്ലാ നമ്മുടെ കൈകൾ കൊണ്ട് പ്രവർത്തിക്കാൻ പറ്റുന്നുണ്ട്, കാലുകൾ കൊണ്ട് നടക്കാൻ സാധിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. നമുക്ക് നൽകിയിട്ടുള്ള ഒരു ഹെൽത്ത്, ഈ ഒരു ആരോഗ്യത്തിന് നമ്മൾ എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ആ കുട്ടീൻ്റെ അടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കുറച്ചേ ചോദിക്കുകയുള്ളൂ. കാരണം ആ കുട്ടിയുടെ ഒരുപാട് നിഅമത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിക്ക് നൽകിയിട്ടില്ല. മറ്റുള്ള മനുഷ്യർക്ക് നൽകിയിട്ടുള്ള എല്ലാ നിഅമത്തുകളും ആ കുട്ടിക്ക് നൽകാത്തതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടീനോട് ചോദിക്കില്ല. പക്ഷേ നമ്മളുടെ അവസ്ഥ എന്താണ്, സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും വിശന്നിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉമർ റളിയല്ലാഹു അൻഹും ഒക്കെ പുറത്തിറങ്ങിയത് ഈ ഒരു സെയിം കാരണം കൊണ്ടാണെന്ന് മനസ്സിലായി. അങ്ങനെ അവർക്ക് ഒരു സഹാബി ഒരുപാട് ഭക്ഷണങ്ങളൊക്കെ നൽകിയിട്ട് അവർ അൽഹംദുലില്ലാ വയറൊക്കെ അത്യാവശ്യം അവർക്ക് ആവശ്യമുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് അവർ പുറത്തിറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈ നിഅമത്തിനെ കുറിച്ച് റബ്ബ് നാളെ ചോദ്യം ചെയ്യും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. നമ്മൾക്ക് എന്നും സുബ്ഹാനല്ലാഹ് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ ചിലപ്പോൾ ആവശ്യത്തിലധികം നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ടാകും. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹു നമുക്ക് ഈ നൽകിയിട്ടുള്ള നിഅമത്തുകളെ കുറിച്ച് നമ്മളൊന്ന് സ്ലോ ഡൗൺ ചെയ്യുക, ചിന്തിക്കുക. നമ്മളെ തന്നെ ഒന്ന് പോസ് ചെയ്യിക്കുക. അള്ളാഹു ഇത് എനിക്ക് നൽകിയതാണല്ലോ. സുബ്ഹാനല്ലാഹ്. അള്ളാഹു എത്രയെല്ലാം അനുഗ്രഹങ്ങളാണ് എനിക്ക് ഇവിടെ നൽകിയിട്ടുള്ളത്. എപ്പോഴും പറയുന്നൊരായത്താണ് ലഇൻ ശകർതും ലഅസീദന്നക്കും. നിങ്ങൾ അള്ളാഹുവിനോട് നന്ദി കാണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും റബ്ബ് അത് അധികരിപ്പിക്കും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ഒരുപാട് തവണ അല്ലേ. നമ്മൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഭക്ഷണത്തിന് ആത്മാർത്ഥമായിട്ട് അൽഹംദുലില്ലാഹില്ലദി അത്അമനി ഹാദാ വറസഖനി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ തൊട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ് റബ്ബ് നമുക്കതിൽ വർധന നൽകും. അതുപോലെ തന്നെ നമ്മുടെ സന്താനങ്ങളായാലും നമ്മളുടെ സ്വത്തുകളായാലും അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള എന്തൊരു റിസ്ക്കും നമ്മൾ അതിൽ അള്ളാഹുവിൻ്റെ അടുത്ത് ആത്മാർത്ഥമായിട്ട് ഹംദ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ശുക്ർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റബ്ബ് തീർച്ചയായിട്ടും അത് അധികരിപ്പിക്കും. പക്ഷേ അവിടെയും നമ്മൾ മനസ്സിലാക്കണം, അതൊന്നും നമ്മളെന്താണ് നമ്മളുടെ ഹുസ്റിന്, നമ്മളുടെ നഷ്ടത്തിലേക്ക് ആക്കുന്ന രീതിയിൽ അതിനെയൊന്നും നമ്മൾ ഉപയോഗപ്പെടുത്തരുത്. നമ്മളുടെ സമയം, ഒഴിവ് സമയം, ഇതൊക്കെ നമ്മളുടെ ലൈഫിലെ സക്സസ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം എന്ന് ആദ്യം തന്നെ എന്നെയും പിന്നെ നിങ്ങളെയും ഓർമ്മപ്പെടുത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ ഒരു സമയം, നമുക്കറിയാം ഇപ്പോൾ ഒരുപാട് നമുക്ക് ഫെസിലിറ്റീസ് കൂടുതലാണ് അല്ലേ. നമുക്ക് എന്താണ് പൈപ്പ് തുറന്നാൽ വെള്ളം കിട്ടും, മെഷീനിൽ ഡ്രസ്സ് ഇട്ടാൽ അലക്കി കിട്ടും, മിക്സീൻ്റെ ജാറിൽ നമ്മൾ ഭക്ഷണം ഇട്ടാൽ അത് അരച്ച് കിട്ടും. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാനും അതുപോലെ തന്നെ മോപ്പിങ്ങും ഒക്കെ ഭയങ്കര ഈസി ആയിട്ടുണ്ട് അല്ലേ. നമുക്ക് വളരെ ദൂരം പോയിട്ട് വെള്ളം കളക്ട് ചെയ്ത് കൊണ്ടുവരേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് പോലും സാധനങ്ങൾ വാങ്ങിക്കണ്ടില്ല. നമുക്ക് ജസ്റ്റ് ഓർഡർ ചെയ്താൽ അവർ കൊണ്ട് കൊണ്ടുവന്ന് തരും. അത്രയ്ക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാര്യങ്ങളൊക്കെ ഈസിയാക്കി തന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. നമുക്ക് എല്ലാ കാര്യങ്ങളും, അതുപോലെ തന്നെ നമുക്ക് വളരെ ദൂരം പോയി പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കൺമുമ്പിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ സംവിധാനങ്ങളും ഒരുക്കി തന്നിട്ടുണ്ട്. സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. എങ്ങനെയാണ് നമ്മളുടെ ഈ ഒഴിവ് സമയം, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് സമയം കിട്ടിയിട്ടും നമ്മൾ വെറുതെ നമ്മളുടെ ഫോണിലൂടെ സ്ക്രോൾ ചെയ്തിരിക്കുകയാണോ, അതല്ല നമ്മൾ ആ സമയത്തിനൊക്കെ റബ്ബിന് തൃപ്തിപ്പെടുന്ന രീതിയിലാണോ നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് നമ്മളോട് തന്നെ ചോദിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതൊക്കെയാണ് സൂറത്തുൽ
തക്കാസുറും സൂറത്തുൽ അസ്റും അതുപോലെ തന്നെ സൂറത്തുൽ ഹുമസ. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, എന്നാലും ചെറിയ കണക്ഷൻസ്. അപ്പോൾ വേക്ക് അപ്പ്, ഇറ്റ്സ് ടൈം, പോകാനുള്ള സമയമായിട്ടുണ്ട്, വേഗം എഴുന്നേൽക്ക്, കുറച്ചും കൂടെ സമയമുള്ളൂ എന്നുള്ളൊരു ഇമ്പോർട്ടൻറ്റ് മെസ്സേജിലൂടെ നമ്മുടെ സൂറത്തുൽ അസ്റിലേക്ക് കിടക്കുകയാണ്. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, തീർച്ചയായും മനുഷ്യൻ നഷ്ടത്തിൽ തന്നെയാകുന്നു. ഇല്ലല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും സത്യം കൈക്കൊള്ളാൻ അന്യോന്യം ഉപദേശിക്കുകയും ക്ഷമ കൈക്കൊള്ളാൻ അന്യോന്യം ഉപദേശിക്കുകയും ചെയ്തവരൊഴികെ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. എല്ലാവരെയും ഈ ഒരു ആമനു വഅമിലു സ്വാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ എന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അപ്പം നമുക്ക് ഒന്നാമത്തെ ആയത്തിലേക്ക് പോകാം. വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. നമുക്ക് വെറും ഒരു കാലം എന്നുള്ളൊരു വാക്കിൽ ഒതുക്കാൻ പറ്റില്ല. ഒരുപാട് അർത്ഥങ്ങൾ, ഒരുപാട് ഡെപ്തുള്ളൊരു വേർഡാണ് അസ്ർ എന്ന് പറഞ്ഞാൽ. സുബ്ഹാനല്ലാഹ്. ഈ ഒരു ആയത്ത് ഖുർആനിലെ ഏറ്റവും അവസാനത്തെ സത്യം ചെയ്യലാണ്. വൽ വ എന്ന് പറഞ്ഞാൽ വാവൽ ഖസം, സത്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന അക്ഷരം. നമ്മൾ വല്ലാഹി, അള്ളാഹു ആണേ സത്യം എന്ന് പറയുന്നില്ലേ, അതുപോലെ വാവ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ സത്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ്. ഖുർആനിൽ നമുക്കറിയാം ഒരുപാട് സത്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു ചെയ്തിട്ടുണ്ടല്ലേ. വദ്ദുഹ വല്ലൈൽ വൽ ഫജ്ർ വന്നഹാർ വശംസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അല്ലാഹു സുബ്ഹാനഹു തആല സത്യം ചെയ്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. പക്ഷേ ഇത് കോംപ്രഹെൻസീവ് എന്ന് പറഞ്ഞാൽ എല്ലാതും ഉൾക്കൊണ്ടതാണ്. ഈ അസ്ർ, ഈ ഒരു കാലത്തിൽ എന്തുണ്ട്? ദുഹ ഉണ്ട് അല്ലേ, ലൈലുണ്ട്, ഫജ്ർ ഉണ്ട്, നഹാറുണ്ട്, ഷംസ് ഉണ്ട്, ഖമറുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഏറ്റവും അവസാനം ഈ ഒരു സത്യം ചെയ്യൽ അല്ലാഹു സുബ്ഹാനഹു തആല മുഴുവൻ സത്യങ്ങളെയും, അല്ലാഹു സുബ്ഹാനഹു തആല ഇത്രയും പ്രാവശ്യം പറഞ്ഞിട്ടുള്ള എല്ലാ സത്യങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ടാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇവിടെ ഈ അസ്ർ എന്നുള്ളതിന് ഒരുപാട് എന്താ പറയുക ഒപ്പീനിയൻസ് പറയുന്നുണ്ട്. 3 ഒപ്പീനിയൻസ് നമുക്ക് നോക്കാം. ഒന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ലോകത്തുള്ള സമയം ആണ് അസ്ർ. അതായത് നമ്മളുടെ ജനനം മുതൽ നമ്മളുടെ മരണം വരെ ഓരോ വ്യക്തിക്കുമുള്ള അസ്ർ ഡിഫറെൻ്റ് ആണ് അല്ലേ. ചില ആളുകൾക്ക് ഒരുപാട് സമയം കിട്ടും അല്ലേ. അവർ 100 അതുപോലെ തന്നെ 150 വർഷങ്ങളൊക്കെ ജീവിച്ച ആളുകളുണ്ട്. നമുക്കറിയാം നൂഹ് അലൈഹിസ്സലാം 1000 വർഷങ്ങളോളം ജീവിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. പക്ഷേ ഇപ്പോഴത്തെ കാലത്തുള്ള സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം എല്ലാവരുടെയും ഒരു സ്പാൻ എന്ന് പറഞ്ഞത് ഒരു 70 to 80 ആണ്. അതിൽ മുകളിലുള്ള ജീവിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ വളരെ കുറച്ച് സമയമുള്ള ജനിച്ച കുട്ടി തന്നെ ചിലപ്പോൾ മരിക്കാറുണ്ട് അല്ലേ. അതല്ലെങ്കിൽ എന്താണ്, കുറേ കുട്ടികളൊക്കെ നമ്മൾ പലതവണ നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന ഒരുപാട് വാർത്തകളായിട്ട് ഉണ്ടാവാറുണ്ട്. ചെറിയ കുട്ടി മുങ്ങി മരിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും മുകളിൽ വീണ് മരിച്ചു, അല്ലെങ്കിൽ എന്താണ് മദ്രസയിലേക്ക് പോകുമ്പോൾ സ്കൂളിലേക്ക് പോകുമ്പോൾ വാഹനം തട്ടി മരിച്ചു. സുബ്ഹാനല്ലാഹ്. അങ്ങനത്തെ ഒരുപാട് വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. അവിടേക്ക് എന്താണ്, ഓരോരുത്തരുടെയും അസ്ർ അല്ലാഹു സുബ്ഹാനഹു തആല സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ അസ്റിൻ്റെ ഉള്ളിൽ അവർ ജീവിച്ച് തീർക്കണം. അതിൻ്റെ ഉള്ളിൽ അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കണം. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഈ ഒരു അസ്റിനെ കുറിച്ച് നമ്മളോട് തന്നെ ചോദിക്കാം, എന്താണ് ഞാൻ ഇത്ര കാലമായിട്ട് എൻ്റെ റബ്ബിനെ കണ്ടുമുട്ടണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി ഞാൻ ചെയ്തിട്ടുള്ളത്? മതിയാവോ? കാരണം നമ്മൾ സഹാബാക്കളെ കുറിച്ചൊക്കെ ചോദിക്കുകയാണെങ്കിൽ അവർ ചോദിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത്, എപ്പോഴാണ് റസൂലെ ഖിയാമത്ത് നാളെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നാണെന്നോ അല്ലെങ്കിൽ എപ്പോഴാണെന്നോ പറയുന്നതിന് പകരം എന്താ പറഞ്ഞിട്ടുള്ളത്? എന്താണ് നീ അന്നത്തെ ദിവസത്തിന് പ്രിപ്പയർഡ് ആക്കിയിട്ടുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കളോടാണ് ചോദിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ എത്ര പിറകിലാണ് അല്ലേ. അവരൊക്കെ സാബിഖൂനുകളാണ്. നമ്മൾ കുറേ കഴിഞ്ഞിട്ട് നമ്മൾ ആഖിരീങ്ങളിൽ പെട്ടുള്ള ആളുകളാണ്, അവസാന ആളുകളുടെ കൂട്ടത്തിലുള്ള ആളുകളാണ് അല്ലേ. സുബ്ഹാനല്ലാഹ്. അതിൽ നിന്ന് വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് സാബിഖൂൻ ആവുകയുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മൾ ആ സാബിഖൂൻ്റെ കൂട്ടത്തിൽ പെടുന്നവരാണോ എന്ന് നമ്മളോട് തന്നെ ചോദിക്കാം. ഞാൻ എന്തൊക്കെയാണ് എൻ്റെ റബ്ബിനെ കണ്ടുമുട്ടാൻ വേണ്ടിയിട്ട് ഈ ലോകത്ത് പ്രിപ്പയർഡ് ആക്കി വെച്ചിട്ടുള്ളത്? എന്തൊക്കെ പ്ലാൻസാണ് എനിക്ക് റബ്ബിനെ കണ്ടുമുട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തു വെച്ചിട്ടുള്ളത്? നാളെ ഇന്ന കാര്യം ഞാൻ ചെയ്ത് തീർക്കണം ഇൻഷാ അല്ലാഹ്. കാരണം ഇൻഷാ അല്ലാഹ് പറയണത് നമ്മളൊന്നും തന്നെ നാളത്തേക്ക് നമ്മൾ വെക്കാൻ പാടില്ല നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഞാൻ എൻ്റെ റബ്ബിനെ കണ്ടുമുട്ടുന്ന സമയത്ത് എങ്ങനെയായിരിക്കും എൻ്റെ അവസ്ഥ? അള്ളാഹു എനിക്ക് നൽകിയിട്ടുള്ള ഈ ഒരു നിഅമത്ത്, ഈ ഒരു അസ്ർ എന്നുള്ള നിഅമത്തിനെ ഞാൻ എങ്ങനെയാണ്
ഉപയോഗിച്ചിട്ടുള്ളത്. റബ്ബ് എന്നോട് ചോദ്യം ചെയ്യുമ്പോൾ എനിക്ക് എന്ത് മറുപടിയാണ് റബ്ബെ നാളെ നൽകാൻ പറ്റുക എന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കാം. നമുക്കറിയാം ഒരുപാട് സമയം നമ്മൾ വേസ്റ്റ് ആക്കിയിട്ടുണ്ട് അല്ലേ. നമ്മൾ കുറേ ഫോണിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് കാര്യം നോക്കണം എന്ന് വിചാരിച്ചിട്ടും നമ്മൾ പലതിലേക്കും വഴിമാറിപ്പോയിട്ടുണ്ട് അല്ലേ. ആളുകളായിട്ട് സംസാരിച്ചിട്ട് വെറുതെ കളിതമാശകളിൽ നമ്മൾ ഒരുപാട് സമയങ്ങൾ കളഞ്ഞിട്ടുണ്ട്. നമ്മൾ കുറേ ഉറങ്ങി തീർത്തിട്ടുണ്ട്, കുറേ ഭക്ഷണം കഴിച്ച് തീർത്തിട്ടുണ്ട് അല്ലേ. കുറേ നമ്മൾ നമ്മളുടെ മാനസിക ഉല്ലാസത്തിന് വേണ്ടിയിട്ട് ഒരുപാട് സമയം നമ്മൾ ചിലവഴിച്ചിട്ടുണ്ട്. നമ്മൾ അതിലെല്ലാം ന്യായങ്ങളും കണ്ടെത്തുന്നവരാണ്. പറയുന്നു ഞാനടക്കം ഒരുപാട് ന്യായങ്ങൾ. റബ്ബെ എനിക്ക് അങ്ങനെ ആയതുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ നിസ്കരിക്കുന്നുണ്ടല്ലോ റബ്ബെ, ഞാൻ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ടല്ലോ റബ്ബെ, സുബ്ഹാനല്ലാഹ്. പക്ഷേ നമ്മൾ ആരുടെ കൂടെയാണ് കോമ്പീറ്റ് ചെയ്യുന്നത്? അസ്സാബിഖൂനൽ അവ്വലൂനായിട്ടുള്ള ആളുകളുണ്ട്. അവരുടെ കൂടെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലേക്ക് പോകാൻ പോകുന്നത്. ആ സ്വർഗത്തിലേക്ക് നമുക്ക് പോകാൻ നമ്മൾ എന്താണ് ഈ ലോകത്ത് പ്രിപ്പയർഡ് ആക്കിയിട്ടുള്ളത്? കാരണം ഉഹദ് യുദ്ധത്തിലും ബദർ യുദ്ധത്തിലും ഒക്കെ ഏറ്റവും പടപൊരുതി ഷഹീദായിട്ടുള്ള ഒരുപാട് വ്യക്തികൾ പോകുന്ന ജന്നാത്തുൽ ഫിർദൗസ്, ആ ജന്നാത്തുൽ ഫിർദൗസാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരും ജന്നാത്തുൽ ഫിർദൗസിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ജന്നാത്തുൽ ഫിർദൗസ്. സഹാബാക്കൾ ഒരു നിമിഷം പോലും അവർ വേസ്റ്റ് ആക്കിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അവർ ഓരോ നിമിഷവും എങ്ങനെ എൻ്റെ റബ്ബിനെ ക്ലോസ് ആക്കിയിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റാം, അല്ലെങ്കിൽ റബ്ബിനെ എങ്ങനെ തൃപ്തിപ്പെടുത്താം എന്നിങ്ങനെ മനസ്സിലാക്കി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. ആ സെയിം സ്വർഗത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ. അപ്പോൾ ഒരു ഒരു സ്കോളറിൻ്റെ ഒരു സംഭവം പറയാണ്. അവർ ഡോർ തുറന്നിട്ട് അവർക്ക് എന്താണ് പറയുക, കുറച്ച് നടക്കാനുണ്ട് അവരുടെ ടേബിളിന് മുകളിലേക്ക്, അവർ പഠിക്കുന്ന സ്ഥലത്തേക്ക്. അപ്പം അവർ ചിന്തിച്ചു, ഈ ഒരു സമയം, അതായത് ഇത്രയും ഞാൻ നടക്കുന്ന സമയം എനിക്ക് വേസ്റ്റ് ആണല്ലോ എന്ന് വെച്ചിട്ട് അയാൾ എന്ത് ചെയ്തു, ഡോർ തുറക്കുന്ന ആ പൊസിഷൻ മാറ്റി. അതായത് വലത് ഭാഗത്തേക്കാണ് തുറക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഇടത് ഭാഗത്തേക്ക് മാറ്റിയിട്ട് ഡയറക്റ്റ് സീറ്റിലേക്ക് എത്തുന്ന രീതിയിലാക്കി. സുബ്ഹാനല്ലാഹ്. നമ്മളൊക്കെ എങ്ങനെയാണല്ലേ നമ്മൾ സമയത്തിന് ഉപയോഗിക്കുന്നത്? നമ്മൾ ഇതൊക്കെ ഞാൻ നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റെപ്സ് ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്താക്കും, അവിടെ ആശ്വാസം കണ്ടെത്തും, അവിടെ നമ്മൾ ന്യായം കണ്ടെത്തും. സുബ്ഹാനല്ലാഹ്. പക്ഷേ ഇവരൊക്കെ എന്താണ് പറയുക, ഈവൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷമുള്ള ആളുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്, സഹാബാക്കൾക്ക് ശേഷമുള്ള ആളുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമുക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടിയിട്ടുള്ള AC അല്ലേ, ഫാന്, അതുപോലെ നമുക്ക് വാഷിംഗ് മെഷീൻ, നമ്മൾ നേരത്തെ പറഞ്ഞു സ്റ്റവ് അല്ലേ, ഒരുപാട് അനുഗ്രഹങ്ങൾ. നമുക്കത് എണ്ണി തുടങ്ങിയാൽ അവസാനമില്ല, എൻഡില്ല. കറണ്ട്, വെള്ളം, എല്ലാം. സുബ്ഹാനല്ലാഹ്. അന്നത്തെ കാലത്തെ ആളുകൾക്ക് ഇതൊന്നും അവൈലബിൾ അല്ലായിരുന്നു. എന്നിട്ടും അവരവരുടെ ഓരോ സെക്കൻഡ് പോലും അത്രയ്ക്കും വില മതിപ്പിച്ച് അതിന് ഇത്രയും പ്രാധാന്യമുണ്ട്. അവർക്ക് പൈസ കൊടുക്കുന്നതിന് അവർക്ക് വിഷമം ഉണ്ടായിരുന്നില്ല. അവർ സമയം അവർക്ക് മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുമ്പോൾ എൻ്റെ ഈ ഒരു സമയം എനിക്ക് പോവല്ലോ എന്നുള്ളൊരു ബേജാറായിരുന്നു അവർക്കുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നടത്തത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഭയങ്കര എന്താ പറയുക, ഒരു ഒഴുക്കായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടക്കുമ്പോൾ അങ്ങനെ ഒഴുകി പോകുന്ന പോലെയായിരുന്നു. അതായത് വെറുതെ സമയം എന്താണ് കളയുന്ന ചില ആളുകളുണ്ടല്ലോ, മെല്ലെ പാത്ത് പതുങ്ങി എന്ന് പറഞ്ഞ പോലെ അങ്ങനെ മെല്ലെ സ്റ്റെപ്പ് വെച്ച് ആടി പാടി വരുന്നുണ്ടല്ലോ. അതൊക്കെ എന്താണ്, യഥാർത്ഥത്തിൽ അവിടെ നമ്മൾ സമയം നഷ്ടപ്പെടുത്താണ്. നമുക്ക് എന്തുകൊണ്ട് നമ്മളുടെ കാര്യം കഴിഞ്ഞ് വേഗം സ്പീഡിൽ നമ്മളുടെ അടുത്ത കാര്യത്തിലേക്ക് നമുക്ക് പോയിക്കൂടാ. അതുപോലെ നമ്മൾ കിച്ചണിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര സ്ലോ ആകാറുണ്ട് ചിലപ്പോൾ അല്ലേ. നമ്മളിങ്ങനെ പലതും ചിന്തിച്ച് നമ്മൾ സ്ലോ ആകാറുണ്ട്. പക്ഷേ നമ്മളൊരു ടാർഗറ്റ് വെച്ചിട്ട് ഇന്ന സമയത്തിനുള്ളിൽ ഞാൻ എൻ്റെ ഈ ഒരു കിച്ചണിലെ വർക്ക് ചെയ്ത് തീർത്തിട്ട് ഞാൻ എൻ്റെ ക്ലീനിങ് പരിപാടിയിലേക്ക് പോയിട്ട് അങ്ങനെ നെക്സ്റ്റ് നമ്മൾ ഒരു പ്ലാൻ ആക്കി വെച്ചിട്ട് നമുക്ക് എന്തുകൊണ്ട് റബ്ബിന് വേണ്ടിയിട്ട് ഭൂരിഭാഗം നമ്മൾ സമയം മാറ്റി വെച്ചുകൂടാ. നമുക്കറിയാം നമ്മൾ ചെയ്യുന്ന ഈ ഓരോ കാര്യങ്ങളും ഇബാദത്താണ്. പക്ഷെ ആ ഇബാദത്തിലും നമ്മൾ എക്സലൻസ്, ഇഹ്സാൻ കീപ്പ് ചെയ്യേണ്ടതുണ്ട്. സുബ്ഹാനല്ലാഹ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാത്തിലും ഇഹ്സാൻ ഉള്ളവരെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ അല്ലേ. അപ്പം നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ നമ്മൾ ഇഹ്സാനോട് കൂടി ചെയ്തിട്ട് നമുക്കറിയാം ഇനി ഇത് കഴിഞ്ഞാൽ എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഞാൻ ഈ ഒരു സമയം കുറച്ചും കൂടെ പ്രൊഡക്റ്റീവായിട്ട് ഞാൻ യൂസ് ചെയ്താൽ, കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയാൽ എനിക്ക് ഇത്ര സമയം ബാക്കി കിട്ടും, ഈ സമയം എനിക്ക് എൻ്റെ റബ്ബുമായിട്ടുള്ള ഇബാദത്തിൽ മുഴുകാം, അല്ലെങ്കിൽ റബ്ബിൻ്റെ ദീൻ പഠിക്കാൻ എനിക്ക് ഉപയോഗിക്കാം എന്ന് എന്തുകൊണ്ട് നമുക്ക് നമ്മളോട് തന്നെ പറഞ്ഞുകൂടാ. അല്ലാഹു നമുക്ക് എല്ലാവർക്കും എളുപ്പം നൽകട്ടെ. അതുപോലെ തന്നെ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും എളുപ്പമുള്ള ഭക്ഷണങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ
മുമ്പുള്ള പണ്ഡിതന്മാരെ കുറിച്ച് പറയാണ്, അവർ ബ്രെഡൊക്കെ അവരുടെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ വളരെ ലഘുവാണ്. അതുപോലെ തന്നെ ഒരുപാട് സമയത്ത് പ്രിപ്പയർ ചെയ്യുന്നതൊന്നുമല്ല അവരുണ്ടാക്കുക, വളരെ സിമ്പിളായിട്ടുള്ളത് ഉണ്ടാക്കുക. എന്നിട്ട് നമുക്കറിയാം ബ്രെഡ് റൊട്ടി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഹാർഡാണ്. കുറേ നേരം വായിൽ ചവച്ചിട്ടാണ് നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അതാണ് അതിൻ്റെ ഏറ്റവും നല്ലത്. അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ വെള്ളത്തിലിട്ട് വെക്കും. വെള്ളത്തിലിട്ട് വെച്ചാൽ എന്താണ്, അത് സോഫ്റ്റ് ആകും. പെട്ടെന്ന് തന്നെ വായിലിട്ടിട്ട് അത് ഇറക്കി പോകും. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഫുഡൊക്കെ ആസ്വദിച്ച് നമ്മൾ അത് കഴിഞ്ഞിട്ട് പിന്നെയും ഒരു എക്സ്ട്രാ ഫുഡ് അല്ലേ, നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഒരു മധുരം അതൊക്കെ ആസ്വദിച്ച് അതിലൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ ആനന്ദം പൂണ്ട് സുബ്ഹാനല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ എങ്ങനെയാണ് നമ്മൾ സമയം ചെലവഴിക്കുന്നത് എന്ന് നമ്മൾ വീണ്ടും വീണ്ടും നമ്മളോട് ചോദിച്ചുകൊണ്ടേയിരിക്കും. ഈ ആളുകളൊക്കെ എന്താണ്, പണ്ടുള്ള പണ്ഡിതന്മാരും അതുപോലെ തന്നെ സഹാബാക്കളൊക്കെ എന്താണ്, അവരുടെ പൈസനേക്കാളും വില മതിക്കുന്നവർ അവരുടെ സമയത്തിനെയായിരുന്നു. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾക്ക് അള്ളാഹു സുബ്ഹാനഹു നൽകിയിട്ടുള്ള സമയം, അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് സമയമാണ്, മറ്റുള്ളവർക്ക് അത്ര നൽകിയിട്ടുണ്ടല്ലോ എന്ന് അള്ളാഹു സുബ്ഹാനഹു ചോദിക്കില്ല. അവർക്ക് ഇത്രേ കൊടുത്തിട്ടുള്ളൂ, നിനക്ക് ഇത്ര തന്നിട്ടുണ്ട്, അതുകൊണ്ട് നീ എന്ത് ചെയ്തില്ല എന്നേ റബ്ബ് ചോദിക്കുള്ളൂ. മറ്റുള്ളവർക്ക് കൊടുത്ത സമയം എന്തുകൊണ്ട് നീ ഉപയോഗിച്ചില്ല എന്ന് റബ്ബ് ചോദിക്കില്ല. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് നമ്മൾ പ്രായമായിട്ട് ചെയ്യാം. നമ്മൾ പണ്ടൊക്കെ കേൾക്കുന്നതാണ് അല്ലേ, ഞാൻ പ്രായമായിട്ട് ഹജ്ജ് ചെയ്യാം, ഇപ്പം ഞാനൊന്ന് ആസ്വദിക്കട്ടെ. സുബ്ഹാനല്ലാഹ്, എന്ത് പൊട്ടത്തരാണ് അവർ പറയുന്നത്. അവർക്കറിയാം അവരുടെ കാലം, അവരുടെ അസ്ർ, ഈ ലോകത്തുള്ള അസ്ർ എന്ന് പറയുന്നത് അത്രയും 70-80 വയസ്സ് വരെ ഉണ്ടാകുന്നുള്ളതും ഒരു ചെറിയൊരു ആക്സിഡൻറ്റിലൂടെ എത്ര ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഒരു അത്തൻറ്റിക് ഹദീസിൽ പറയുന്നുണ്ട്, ഈവൻ സെക്കൻഡ്സുകൾ നമ്മൾ കൗണ്ട് ചെയ്യണം. നമ്മൾ ചില ആളുകളൊക്കെ മണിക്കൂറുകൾ, ഒരു മണിക്കൂറായി എന്ന് പറയാം, പക്ഷേ ഓരോ സെക്കൻഡ്സും നമ്മൾ കൗണ്ട് ചെയ്യേണ്ടതുണ്ട്. ഒന്നാലോചിച്ചൊക്കെ, ഓരോ സെക്കൻഡും നമ്മൾ നമ്മളുടെ മരണത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നാലോചിച്ചൊക്കെ, അടുത്ത നിമിഷമാണ് നമ്മളുടെ മരണം എങ്കിൽ നമ്മൾ എന്താ പ്രിപ്പയർഡ് ആക്കിയിട്ടുള്ളത് അല്ലേ. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഖിയാമത്ത് നാൾ വരാനായി, ഖിയാമത്ത് നാളിൻ്റെ ആ ഒരു സെക്കൻഡിൻ്റെ മുന്നിൽ നമ്മളുടെ കയ്യിൽ ഒരു ചെടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതുവരെ നമ്മൾ നടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഓരോ സെക്കൻഡിനും അത്ര പ്രാധാന്യമുണ്ട്. ആ നട്ട ചെടിക്ക് റബ്ബ് നമുക്ക് പ്രതിഫലം നൽകുന്നുണ്ട്. ഇപ്പം നമ്മൾ വെയ്യാണ്ടാകുമ്പോൾ ഓക്കെ, എന്താണ്, ചില ആളുകൾക്കൊക്കെ മരിക്കാനാകുമ്പോൾ മരണാസന്ന സമയമായി എന്നറിയുമ്പോഴും അപ്പോഴെന്താ ചെയ്യേണ്ടത്, നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. നമ്മൾ ചെയ്യുന്ന നല്ല പ്രവൃത്തിയിൽ നമ്മൾ മുഴുകിക്കൊണ്ടേയിരിക്കുക. നമുക്ക് എന്തെങ്കിലും വെയ്യാണ്ടാകുമ്പോൾ നമ്മളവിടെ സ്റ്റോപ്പ് ആകരുത്. നമ്മളെ കൊണ്ട് പറ്റുന്ന സ്റ്റെപ്സ് നമ്മൾ അപ്പോഴും വെച്ചുകൊണ്ടിരിക്കുക. സുബ്ഹാനല്ലാഹ് എളുപ്പം നൽകട്ടെ. ആമീൻ. ഇനി രണ്ടാമത്തെന്ന് പറയുന്നത് സ്വലാത്തുൽ അസ്ർ ആണെന്ന് പറയുന്നത്. അതായത് നമ്മുടെ അസ്ർ നമസ്കാരത്തിനെ കുറിച്ചിട്ടാണ്. കാരണം അത് ഒരു ദിവസത്തിൻ്റെ അവസാനത്തിൽ അല്ലേ, ഒരു ദിവസത്തിൻ്റെ പകൽ സമയത്തിൽ അവസാന നമസ്കാരമാണ് അസ്ർ. മഗ്രിബ് നമുക്കറിയാമെന്ത്, അത് എന്താണ്, രാത്രിയിലെ ആദ്യത്തിലെ നമസ്കാരമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല അതുപോലെ തന്നെ സൂറത്തുൽ ബഖറയിലൂടെ പറയുന്നുണ്ട്, ഹാഫിദു അലസ് സ്വലാത്തി വസ്സലാത്തിൽ വുസ്ത എന്ന് പറയുന്നുണ്ട്. ഇവിടെ സ്വലാത്തുൽ വുസ്ത എന്ന് പറഞ്ഞത് മിഡിൽ പ്രെയർ എന്ന് പറഞ്ഞത് നമുക്കറിയാം അസ്റാണ് നടുവിലുള്ള ഒരു പ്രെയർ. ഈ ഒരു സമയത്ത് നമ്മളൊക്കെ എന്താണ്, ഭയങ്കരമായിട്ട് ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ളൊരു സമയമാണ്. കാരണം ഒന്നെങ്കിൽ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ റെസ്റ്റ് എടുത്ത് നമ്മളൊന്ന് എന്താണ് പറയുക, കിടന്ന് ഒക്കെ ഇരിക്കുന്നൊരു സമയമായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ കൊടുത്താലും കുറച്ചും കൂടെ ഒന്ന് കിടക്കട്ടെ എന്നുള്ളൊരു ഫീൽ എല്ലാവർക്കും ഓട്ടോമാറ്റിക്കലി ഉണ്ടാകുന്നൊരു സമയമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ റബ്ബിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട്, ഇതിൻ്റെ ഈ ഒരു നമസ്കാരത്തിൻ്റെ പ്രാധാന്യം ആഗ്രഹിച്ചുകൊണ്ട്, ഈ സമയത്താണ് നമുക്കറിയാം മലായിക്കത്തുകൾ ഷിഫ്റ്റ് ചെയ്യുന്ന സമയം. ആ ഒരു സമയത്ത് അള്ളാഹുവിൻ്റെ അടിമ എന്താണ് ചെയ്യുന്നതെന്ന് മലക്കിനോട് ചോദിക്കുമ്പോൾ അവർക്ക് പറയണം, എന്താണ്, അള്ളാഹുവേ, നിൻ്റെ ഈ ഒരു അടിമ എന്താണ്, നിന്നെ ഇബാദത്ത് ചെയ്തിരിക്കുന്ന അവസ്ഥയിലാണ് ഞാൻ അവരെ പിരിഞ്ഞു പോയിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. നമുക്ക് എല്ലാവർക്കും മനസ്സിലായിക്കൊണ്ട് ആത്മാർത്ഥമായിട്ട് ഈ ഒരു ആയത്തിൻ്റെ അർത്ഥവ്യാപ്തി മനസ്സിലായിക്കൊണ്ട് തന്നെ ജീവിതത്തിൽ പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ. അപ്പോൾ പണ്ട് അറബുകളുടെ സമയത്ത് എന്ന് പറഞ്ഞാൽ ഇവർ ഈ ഒരു സമയത്ത് ഭയങ്കര ബിസിയായിരുന്നു. അതായത് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഇവർക്ക് ഇവരുടെ കച്ചവടങ്ങളൊക്കെ എന്താണ് മുഴുവനായിട്ടും തീർക്കേണ്ടതുണ്ട്. അന്ന് മഗ്‌രിബിന് ശേഷമൊന്നും കച്ചവടമില്ല. കാരണം ഇരുട്ടായാൽ പിന്നെ അവർക്ക് വെളിച്ചമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ ഈ ഒരു സമയത്ത് ഭയങ്കര ബിസിയായിട്ട് അവർക്ക് മാക്സിമം അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കച്ചവടമൊക്കെ ചെയ്യുന്ന സമയമാണ്. അപ്പോൾ അള്ളാഹു ഓർമ്മപ്പെടുത്താണ്, വല്ല അസർ, ഈ അസർ സമയം തന്നെയാണ് സത്യം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം. നിങ്ങൾ നമസ്കാരത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? ഈ ഒരു സമയത്തുള്ള നമസ്കാരം നിങ്ങൾ ഏറ്റവും ആദ്യത്തെ സമയത്ത് തന്നെ നമസ്കരിക്കുന്നുണ്ടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുകയാണ്. അതുപോലെ തന്നെ സലാത്തുൽ അസ്ർ ആർക്കെങ്കിലും നഷ്ടപ്പെടുത്തിയാൽ അതിൻ്റെ ഒരു
നഷ്ടം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഒരു വ്യക്തിക്ക് അവൻ്റെ കുടുംബവും അതുപോലെ തന്നെ സമ്പത്തും നഷ്ടപ്പെട്ടതിനേക്കാളും അതൊക്കെ റോബ്ഡ്, അതൊക്കെ എന്താണ്, സ്നാച്ച് ചെയ്ത് കൊണ്ടുപോകാറില്ല, കട്ടെടുത്ത് കൊണ്ടുപോയ പോലെയാണ് സൂറത്തുൽ സോറി വൽ അസ്ർ, അതായത് സലാത്തുൽ അസ്ർ ആരെങ്കിലും ഉപേക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കാം. നിങ്ങളുടെ ഭർത്താക്കന്മാർ എന്ന് പറയാം ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി വന്നപ്പം വീട് തുറന്ന് നോക്കിയപ്പോൾ അവിടെ ആരെയും കാണാനില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് പോയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ നഷ്ടത്തിലായിരിക്കില്ലേ. അയാളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യയും മക്കളും ഒക്കെ നഷ്ടപ്പെട്ടു പോയി. അതോടൊപ്പം തന്നെ ആ ഒരു വ്യക്തി സമ്പാദിച്ച എല്ലാ സമ്പത്തും നഷ്ടപ്പെട്ടു പോയി. ആകെയുള്ളത് ആ ഒരു വീട് മാത്രം. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അയാൾക്ക് ഉണ്ടാകുന്ന ആ ഒരു ഡെസ്പറേറ്റ് മൊമെന്റ് എത്ര വിഷമകരമായിരിക്കും. അപ്പോൾ അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് സൂറത്തുൽ സലാത്തുൽ അസ്ർ. സലാത്തുൽ അസ്റിന് അത്രയും പ്രാധാന്യമുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് ഒരിക്കലും ഇന്റൻഷനലി നമ്മൾ ഒരിക്കലും ഈ ഒരു സലാത്തുൽ അസ്ർ നമ്മൾ വിട്ടുപോകരുത്. നമ്മൾ ഉറങ്ങിയിട്ട് അല്ലെങ്കിൽ അശ്രദ്ധയിലായിട്ട് നമ്മൾ ഈ ഒരു സമയം നമ്മൾ പാഴാക്കരുത് എന്ന് ഓർമ്മപ്പെടുത്താൻ. ഇങ്ങനെ നമസ്കാരം പാഴാക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും കാഫിറായിട്ട് മാറും എന്നും നമുക്കറിയുന്ന കാര്യം തന്നെയാണ്. അതുപോലെ നമ്മളെ പറയുന്നത് ഉമ്മത്തുൻ അസ്ർ എന്നാണ് പറഞ്ഞത്. അസ്റിൻ്റെ ഉമ്മത്ത് എന്ന് പറഞ്ഞത്, അതായത് എല്ലാ മുമ്പുള്ള ജൂതന്മാർക്കും ക്രൈസ്തവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കാരം കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ ആദ്യ സമയങ്ങളായിരുന്നു, അതായത് രാവിലെയും ഉച്ചയും ഒക്കെ ആയിരുന്നു അവരുടെ നമസ്കാര സമയം. പിന്നെ മറ്റൊരു അഭിപ്രായത്തിൽ പറയുന്നുണ്ട് അവർക്ക് അസ്ർ കൊടുത്തിട്ടും അവർ അശ്രദ്ധ ആയിപ്പോയി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ സമയം എന്ന് പറഞ്ഞാൽ അസ്ർ സമയം, നമ്മൾ അതുപോലെ തന്നെ അവസാനമാണ് അല്ലേ. ഏറ്റവും ആദ്യം ജൂതന്മാരാണ്, പിന്നെ ക്രിസ്ത്യാനികളാണ്, പിന്നെ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത്, അവസാന സമയത്തെ ഉമ്മത്ത്. അതുകൊണ്ടും ഉമ്മത്തുൻ അസ്ർ എന്ന് പറയപ്പെടുന്നുണ്ട്. വല്ലാഹു അഅലം. അതുപോലെ തന്നെ സുലൈമാൻ അലൈഹിസ്സലാമിനെ കുറിച്ചിട്ട് ഒരു കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്. അദ്ദേഹം നമുക്കറിയാം ഒരു രാജാവാണ്, ഒരു എന്താണ് പറയുക, കമാൻഡറാണ്, അതുപോലെ ഒരു പ്രവാചകനാണ്, ഒരു ദായിയാണ്, ഒരുപാട് ചുമതലകളുള്ള ഒരു വ്യക്തിയാണ് സുലൈമാൻ അലൈഹിസ്സലാം ആയിരുന്നു. അപ്പം അദ്ദേഹത്തിന് ഒരുപാട് കുതിരകളുണ്ടായിരുന്നു. ഈ കുതിരകൾ എന്ന് പറയുന്നത് ഭയങ്കര എന്താണ് എനർജറ്റിക്, യുദ്ധത്തിന് ഉപയോഗിക്കുന്ന കുതിരകളാണ്. ഈ കുതിരകൾ അസ്ർ സമയത്ത് അവിടെ നിരത്തി വെച്ചു. അങ്ങനെ സുലൈമാൻ അലൈഹിസ്സലാം ഓരോ കുതിരകളുടെയും സവിശേഷതകളും അതുപോലെ തന്നെ അവർക്കൊക്കെ ഓരോ ഡ്യൂട്ടീസൊക്കെ അസൈൻ ചെയ്ത് സമയം വളരെ വൈകിപ്പോയി. അങ്ങനെ മഗ്‌രിബ് സമയം ആയ സമയത്താണ് ഇദ്ദേഹം മനസ്സിലാക്കിയത് ഇദ്ദേഹത്തിന് നമസ്കാര സമയം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അദ്ദേഹം എന്താ ചെയ്തെന്നറിയോ? ഈ ഒരു എന്താണ് ഇപ്പം നമ്മൾ പറഞ്ഞ ഈ ഒരു കുതിരകൾ എന്ന് പറഞ്ഞത് നമ്മളുടെ ഇപ്പോഴത്തെ കാലത്തെ ഏറ്റവും ട്രെൻഡിങ് അല്ലെങ്കിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള കാർ, നമുക്കിപ്പോൾ ഫെറാറി അല്ലെങ്കിൽ ലംബോർഗിനി അങ്ങനെയൊക്കെ പറഞ്ഞ കാറുകളൊക്കെ ഉണ്ടല്ലോ, ആ ഒരു എന്താണ് അത്രയും കോടികൾ വില മതിക്കുന്ന എന്താണ് ഓരോ കുതിരകളുമാണ് സുലൈമാൻ അലൈഹി ഇസ്ലാമിനുള്ളത്. അതിനെല്ലാം കൊന്നു കളഞ്ഞു എന്നാണ് പറഞ്ഞത്, അല്ലെങ്കിൽ എല്ലാത്തിനെയും ചാറ്റ് കൊടുത്ത് തീർത്തു എന്നാണ് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. അതായത് അദ്ദേഹം പറയാണ്, എൻ്റെ നമസ്കാരത്തിന് ഡിസ്ട്രാക്ട് ചെയ്യിപ്പിച്ച ഈ കുതിരകളെ എനിക്ക് വേണ്ട തന്നെ. സുബ്ഹാനല്ലാഹ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം, നമ്മൾ എത്ര ഡിസ്ട്രാക്റ്റഡ് ആകുന്നുണ്ടോ ഓരോ കാര്യത്തിലും അല്ലേ. നമ്മളുടെ മൊബൈൽ നമ്മൾ എത്ര പ്രാവശ്യം ഡിസ്ട്രാക്റ്റഡ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പറയുന്നുണ്ടോ എന്നെ ഡിസ്ട്രാക്റ്റഡ് ആക്കിയിട്ടില്ല, ഈ മൊബൈൽ എനിക്ക് വേണ്ട എന്നുള്ളത്. നമ്മൾ വീണ്ടും നിസ്കാരം കഴിഞ്ഞ് പിന്നെ ആ മൊബൈലിലേക്ക് തന്നെ പോവാം. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറയാണ്, ടൈം ഈസ് റണ്ണിങ് ഔട്ട്. നിങ്ങൾ ഒന്നും തന്നെ പിന്നീട് എന്ന് പറയരുത്, ഇപ്പോൾ തന്നെ ചെയ്ത് തീർക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും എളുപ്പം നൽകട്ടെ. ആമീൻ. ഇനി ലാസ്റ്റ് മൂന്നാമത്തെ അർത്ഥം എന്ന് പറഞ്ഞത് സമയം, അതായത് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തിന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ടൈം ഈസ് റണ്ണിങ് ഔട്ട് നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ അസ്ർ എന്നുള്ള വാക്കിന് അസീർ എന്നുള്ളൊരു വാക്കും അതിൽ നിന്ന് വരുന്നുണ്ട്. അസീർ എന്ന് പറഞ്ഞാൽ ജ്യൂസാണ്. ജ്യൂസ് നമ്മൾ എങ്ങനെ ഉണ്ടാക്കുക? അപ്പോൾ നമ്മൾ എന്താ പറയുക, പണ്ടത്തെ കാലത്തൊക്കെ എന്താണ് പിഴിഞ്ഞിട്ടാണ് ജ്യൂസ് ഉണ്ടാക്കുക. ഈ പിഴിയുമ്പോൾ വളരെ ഉറ്റുറ്റ് മാത്രമാണ് അതിൻ്റെ എസൻസ് കിട്ടുള്ളൂ. കൂടുതലും എന്താണ് അതിൽ തന്നെ ഇരിക്കും അതിന് ബാക്കി വേസ്റ്റുകൾ വരുന്നില്ലേ. അപ്പം ഇങ്ങനെ ഉറ്റുറ്റ് സമയം മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ. സമയം സ്ക്യൂസ്ഡാണ്, വളരെ കുറച്ച് മാത്രമേ ബാക്കിയുള്ളൂ. നമ്മളിപ്പോൾ ഈ ഒരു പിക്ചറിൽ കാണുന്നത് പോലെ അല്ലേ, എയർ ഗ്ലാസിനെ പോലെ അത് ഇങ്ങനെ ഉറ്റുറ്റായിട്ട് അതിലേക്ക് വീണ് പോവുകയാണ്. അത് ഇവിടെ കഴിഞ്ഞാൽ കഴിഞ്ഞു, പിന്നെ കാലം തീർന്നു. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഈ നിങ്ങൾ നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുക. ആ ഡ്രോപ്സ് ഓഫ് ടൈമിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സമയത്തിൽ അമലു സ്വാലിഹാത്ത് നിറക്ക് അർജൻസി കാണിക്കുകയാണ്. നമ്മുടെ അടുത്ത് ഇനി സമയമില്ല, പെട്ടെന്നാവട്ടെ, ടൈം റണ്ണിങ് ഔട്ടാണ്. നമ്മളിപ്പം ടൈമറൊക്കെ വെച്ച് എന്തെങ്കിലും കാര്യം ചെയ്യാമെന്നുണ്ടെങ്കിൽ നമ്മൾ
ഏറ്റവും ഫാസ്റ്റസ്റ്റിൽ നമ്മൾ ചെയ്യാൻ പോകും അല്ലേ. നമ്മുടെ ടൈമർ നമ്മൾ ജനിച്ച ഉടനെ തന്നെ സെറ്റാണ്. നമ്മളത് നമ്മൾ ടൈമർ കാണുന്നില്ല എന്നുള്ള ഓരോ സിംഗിൾ സെക്കൻഡും നമുക്ക് അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളുടെ ആ ഒരു ടൈമർ നമ്മൾ ചെക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ആരും നമ്മുടെ ടൈമർ കാണുന്നില്ല. നമ്മളുടെ എന്താണ് സമയം എപ്പോഴും അവസാനിക്കാൻ നമുക്ക് ആർക്കും അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും ഫാസ്റ്റ് മോഡിൽ നമ്മൾ പ്രവർത്തിക്കാൻ ശ്രമിക്കുക. ഹസ്ബൻഡ് എളുപ്പം നൽകട്ടെ. അതുകൊണ്ട് നമുക്കറിയാം അസർ കഴിഞ്ഞാൽ മഗ്രിബാണ്. മഗ്രിബ് കഴിഞ്ഞാൽ സൂര്യൻ അസ്തമിച്ചു. അതോടുകൂടി നമ്മളുടെ ലൈഫ് കഴിഞ്ഞു യഥാർത്ഥത്തിൽ. അതുകൊണ്ട് മാക്സിമൈസ് യുവർ ടൈം, ബെനിഫിഷ്യൽ ടൈം ആയിട്ട് യൂസ് ചെയ്യുക എന്ന് വീണ്ടും ഓർമ്മപ്പെടുത്താണ്. ഇമാം റാസി റഹിമഹുല്ല ഒരു എന്താണ് പറയുക ഐസ് വിൽപ്പനക്കാരെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് പറയുക, അദ്ദേഹം ഇപ്പോഴത്തെ കാലത്തെ പോലെ കൂളറോ അല്ലെങ്കിൽ ഫ്രിഡ്ജോ ഐസിങ് ബോക്സോ ഒന്നും ഇല്ലാത്ത സമയത്ത് ഐസ് വാങ്ങിച്ചിട്ട് പോവാണ്. ഈ ഐസ് വാങ്ങിച്ച് പോയാൽ എന്താണ്, അത് നമുക്കറിയാം വെയിൽ തട്ടുന്നതോറും ഐസ് ഉരുക്കിക്കൊണ്ടേയിരിക്കും. അപ്പം ഈ വ്യക്തിക്ക് പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റിവാർഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, പെട്ടെന്ന് തന്നെ ഇത് വിറ്റ് തീർക്കണം. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഹാവ് മെർസി ഓൺ ദ വൺ ഹൂസ് പൊസഷൻ ഈസ് മെൽറ്റിംഗ്. അതായത് നിങ്ങൾ കരുണ കാണിക്കുക. അതായത് മൂലധനം എന്താണ് പറയുക ഇരിക്കുന്നവനോട് നിങ്ങൾ കരുണ കാണിക്കുക എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ആ ഒരു ബിസിനസ് നടത്തുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ മൂലധനം എന്ന് പറഞ്ഞാൽ ഈ ഐസാണ്. നമ്മളുടെ മൂലധനം എന്താണ്, നമ്മുടെ സമയമാണ്. ആ സമയം നമ്മളിൽ നിന്ന് ചുരുങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ട്, മെൽറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അവരോട് കരുണ കാണിക്കുക എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു ആസറിനെ നമ്മൾ ഏറ്റവും ബെനിഫിഷ്യലായിട്ട് പെട്ടെന്ന് തന്നെ അതിൽ ഏറ്റവും കൂടുതൽ അമൽ സ്വാലിഹാത്ത് നടക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമ്മളോട് വീണ്ടും എടുത്ത് പറയുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് സമയം അല്ലേ. അസ്ർ വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം, സമയം തന്നെയാണ് സത്യം. സ്വലാത്തുൽ അസ്ർ തന്നെയാണ് സത്യം. നിങ്ങളുടെ സമയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, ആ സമയം തന്നെയാണ് എക്സ്ക്യൂസ്ഡ് ഔട്ട്, ആ സമയം തന്നെയാണ് സത്യം. എന്താണ് പറഞ്ഞത്? അപ്പോൾ ഇത്ര നേരം നമ്മൾ കേട്ടത് ഒരു ഖസം ആണ്. അല്ലാഹു എന്തിനെക്കുറിച്ച് സത്യം ചെയ്തുവോ ആ സത്യം ചെയ്യൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യത്തിനെ കുറിച്ചിട്ട് പിന്നീട് പറയാനുള്ളത് കൊണ്ടാണ് ഒരു കാര്യത്തിൽ വെച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്യുന്നത്. വല്ലാഹി ഞാനത് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഞാനത് ചെയ്തിട്ടില്ല എന്നുള്ളതിൻ്റെ ഇമ്പോർട്ടൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. എന്താണ് പറയുക, അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണ് ഈ കാലം. അതുപോലെ തന്നെ ഇനി പറയാൻ പോകുന്നതും അതിലേറെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രാധാന്യം അർഹിക്കുന്നതാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുവിൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയാണ്. എന്താണ് പറഞ്ഞത്? ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, തീർച്ചയായും മനുഷ്യൻ നഷ്ടത്തിൽ തന്നെയാകുന്നു. 2 പ്രാവശ്യം ഊന്നലുണ്ട്. ഇന്ന എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായും, ല എന്നുള്ളതും അഗെയിൻ എംഫസിസ് കൊടുക്കാനാണ്. അപ്പോൾ 2 പ്രാവശ്യം ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൻസാൻ, ഓരോ വ്യക്തിയെയും എടുത്തെടുത്ത് പറയണം. അതായത് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നന്നാസ് അല്ലെങ്കിൽ മനുഷ്യർ നഷ്ടത്തിലാണെന്ന് പറയുമ്പോൾ നമ്മൾ മനുഷ്യന്മാരല്ലേ, അത് ഇഷ്ടം പോലെ ഉണ്ടല്ലോ, അവർ പലവരെയും ഒന്ന് ഉദ്ദേശിക്കും. പക്ഷെ ഇവിടെ ഇന്നൽ ഇൻസാന, തീർച്ചയായും മനുഷ്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, മനുഷ്യർ ഓരോരുത്തരും എല്ലാ ഓരോരുത്തരും എന്ന് പറയുന്നത് പോലെയാണ് എവ്രി ഹ്യൂമൻ ഓൺ ദ എർത്ത്, എല്ലാവരും നഷ്ടത്തിലാണ്. അപ്പം നമ്മൾ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഒരു ടീച്ചർ, നമ്മൾ ക്ലാസ്സിലിരിക്കാൻ ടീച്ചർ എന്ന് പറഞ്ഞാണ് നിങ്ങളെല്ലാവരും ഫെയിലായി പോയിട്ടുണ്ട്, അല്ലെങ്കിൽ എന്താണ് പറയുക, നിങ്ങളെല്ലാവരും ചെയ്ത കാര്യം തെറ്റാണ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഓട്ടോമാറ്റിക്കലി എല്ലാം വേസ്റ്റായി പോയല്ലോ, ഇത്രയും ഞാൻ ചെയ്തതൊക്കെ വെറുതായി പോയല്ലോ എന്നൊരു ഫീൽ അവർക്ക് വരും അല്ലേ. സുബ്ഹാനല്ലാഹ്. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല വലില്ലാഹിൽ മസലുൽ അഅല, അള്ളാഹു നമ്മളോട് പറയാണ്, നിങ്ങളെല്ലാ മനുഷ്യന്മാരും, നിങ്ങൾ ഓരോരുത്തരും നഷ്ടത്തിൽ തന്നെയാകുന്നു. സുബ്ഹാനല്ലാഹ്. ഇവിടെ ഇൻസാൻ എന്നുള്ള വാക്കിൻ്റെ 2 ടൈപ്പ് റൂട്ട് ലെറ്റർ ഉണ്ട്. ഒന്ന് നൂൻ സീൻ വാവ്, പിന്നെ ഹംസ നൂൻ സീൻ, അങ്ങനെ 2 റൂട്ട് ലെറ്റേഴ്സ് ഉണ്ട് ഇൻസാൻ കേട്ടോ. അപ്പോൾ ഇൻസാൻ, ഈ ഒരു അതായത് ഉൻസ് എന്ന് പറഞ്ഞാൽ മറക്കുന്നവൻ എന്നുള്ള അർത്ഥമാണ്. അതായത് എന്താ പറയുക, നസ്യ എന്ന് പറഞ്ഞാൽ, മീൻസ് എന്നല്ല, നസ്യ എന്ന് പറഞ്ഞാലും എന്താ പറയുക, മറക്കുന്ന എന്നുള്ള അർത്ഥമാണ് വരുന്നത് കേട്ടോ. നസ്യ, മനുഷ്യർ മറന്നു പോകുന്ന ടൈപ്പ് ആളുകൾ. നമുക്കൊക്കെ അറിയാം, നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തി നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയാലും നമുക്കറിയാം കുറച്ച് മാസങ്ങളോളം നമുക്ക് ആ ഒരു വിഷമം ഭയങ്കരമായിട്ടുണ്ടാകും. പിന്നെ അതിൻ്റെ ഇൻറ്റൻസിറ്റി പറ്റ കുറയും അല്ലേ. അങ്ങനെ കുറഞ്ഞ് പിന്നെ തീരെ ഇല്ലാണ്ടാകും. അതെന്താണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ
അനുഗ്രഹമാണ് നമുക്ക് ആ ഒരു മറവി ഉണ്ടാകുക എന്നുള്ളത്. പക്ഷെ അള്ളാഹു അവിടെ ഇൻസാൻ എന്ന് ഉദ്ദേശിക്കുന്നതാണ് മറന്നു പോകുന്നവൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം സൂറത്തുൽ ഫാത്തിഹ എത്ര പ്രാവശ്യം നമ്മൾ എല്ലാ നമസ്കാരങ്ങളിലും നമ്മളിപ്പോൾ റവാത്തിബും മറ്റു സുന്നത്തുകളും തഹജ്ജുദും ഒക്കെ നമസ്കരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എത്ര തവണ നമ്മൾ പറയുന്നുണ്ട് സൂറത്തുൽ ഫാത്തിഹ. എന്നിട്ടും നമ്മളതിൽ അള്ളാഹുവിൻ്റെ അടുത്ത് നമ്മൾ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നിങ്ങനെ ഓരോ പ്രാവശ്യം നമ്മൾ അള്ളാഹുവിൻ്റെ അടുത്ത് സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞിട്ട് നമ്മൾ എന്താ പിന്നെ ചെയ്യുന്നത് അല്ലേ? ആ നമസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ എന്താണ് അതിൽ നിന്നും മാറിപ്പോകുന്നുണ്ട്. നമ്മൾ മനുഷ്യന്മാർക്ക് എപ്പോഴും റിമൈൻഡേഴ്സ് നൽകേണ്ടത് ആവശ്യമാണ് അല്ലേ? എപ്പോഴും നമുക്ക് റിമൈൻഡേഴ്സ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കണം. നമുക്ക് അറിയുന്ന ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ നമ്മളൊരു ഉദാഹരണം പറയാമെന്ന്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി 100 തവണ നമ്മൾ ചൊല്ലിയാൽ നമുക്ക് 1000 നന്മ കിട്ടും. നമുക്കൊക്കെ അറിയുന്ന കാര്യമാണെങ്കിലും പിന്നീട് ഒരാൾ ഊന്നി പറയുമ്പോൾ നമ്മൾ അപ്പോൾ സുബ്ഹാനല്ലാഹ് വബിഹംദിഹി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ? അതല്ലെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഒരു ട്രീ നടുമെന്ന് പറയുമ്പോൾ നമുക്കത് അറിയെങ്കിൽ പോലും നമ്മളത് കേൾക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി വല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പം നിങ്ങളൊക്കെ ഇപ്പോൾ കേൾക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടാകും. അതുപോലെ തന്നെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, സ്വർഗത്തിലെ ട്രഷറുകളിൽ ഒരു ട്രഷറാണ് നമുക്ക് അറിയെങ്കിൽ പോലും ഇപ്പം അത് കേൾക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയും സുബ്ഹാനല്ലാഹ്. അപ്പം അതാണ് നമ്മൾ മനുഷ്യന്മാരുടെ സ്വഭാവം. നമ്മളിങ്ങനെ മറന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമുക്ക് എപ്പോഴും റിമൈൻഡേഴ്സ് ഭയങ്കര ആവശ്യം തന്നെയാണ്. എത്ര അറിവുള്ള വ്യക്തിയായാലും എത്ര പഠിച്ച ഒരാളായാലും ഏതൊരു വ്യക്തിക്കും എന്താവശ്യമുണ്ട്? ഈ ഒരു റിമൈൻഡേഴ്സ് ആവശ്യമുണ്ട്. ഇനി രണ്ടാമത്തെ റൂട്ട് ലെറ്റർ എന്ന് പറഞ്ഞാൽ ഉൻസ്. ഉൻസ് എന്ന് പറഞ്ഞാൽ അഫെക്ഷൻ എന്നർത്ഥം. അഫെക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അങ്ങോട്ട് ഭയങ്കര ഇങ്ങോട്ടും ഇഷ്ടം അല്ലെങ്കിൽ ഒരു കരുതൽ, ഒരു സ്നേഹം എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു അറ്റാച്ച്മെൻറ്റ് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ ഭയങ്കര അറ്റാച്ച്ഡ് ആണല്ലേ? നമ്മളുടെ കുടുംബത്തിനോടായാലും ഫ്രണ്ട്സിനോടായാലും ഒക്കെ നമ്മൾ ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. ഈ ഒരു അറ്റാച്ച്മെൻ്റ് ആണ് സത്യം പറഞ്ഞാൽ നമ്മളെ മറവിയുള്ള ആളുകളായിട്ട് മാറ്റുന്നത്. അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് നമ്മളെ മറപ്പിക്കുന്നത്, അള്ളാഹുവിനോടുള്ള ഇബാദത്തിൽ നിന്ന് നമ്മളെ മറപ്പിക്കുന്നതൊക്കെ എന്താണ്? നമ്മളുടെ ഈ ഒരു അറ്റാച്ച്മെൻ്റ് ആണ്. ധനത്തിനോടാകാം, അല്ലെങ്കിൽ നമ്മളുടെ കുടുംബത്തിനോടാകാം, നമ്മളുടെ ജോലിയോടാകാം, എന്തിനോടാകാം. നമ്മൾക്ക് ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് അറ്റാച്ച്മെൻറ്റ്സ് ഉണ്ട്. ആ അറ്റാച്ച്മെൻറ്റ്സ് ഒക്കെ നമ്മൾ മനസ്സിലായിക്കൊണ്ടും അതിൽ നിന്നൊക്കെ നമ്മൾ ഒരു ലിമിറ്റ് വെച്ചുകൊണ്ട് നമ്മൾ ജീവിക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു മറവി സംഭവിക്കില്ല. എന്തിനാണ് എന്നെ ഈ ലോകത്തിലേക്ക് റബ്ബ് സൃഷ്ടിച്ചത് എന്നുള്ളൊരു കാര്യത്തിൽ നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ നമുക്ക് സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അൽഹാകുമു തകാസുർ എന്ന് പറയാൻ കാരണം തന്നെ എന്താണ്? ഈ ഒരു വേൾഡിൽ ഈ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ വരുന്നത് എങ്ങനെയാണ്? ഈ ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടായ കാരണമാണ് അല്ലേ? അതുപോലെ തന്നെ വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനു മുമ്പുള്ള സൂറത്തുൽ ആദിയാത്തിലൂടെ പറയുന്നുണ്ട്. അവിടെയൊക്കെ എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത് മനുഷ്യന്മാരുടെ ഒരു അറ്റാച്ച്മെൻ്റ് ആണ് യഥാർത്ഥത്തിൽ അവരെ ഈ ഒരു ഖുസ്റിൽ എത്തിക്കുന്നത് എന്ന്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ ബഖറയിൽ വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. എന്നാലോ വിശ്വസിക്കുന്നവർ അള്ളാഹുവിനോട് അതികഠിനമായിട്ടുള്ള സ്നേഹമുള്ള, അല്ലെങ്കിൽ ഭയങ്കര പവർഫുൾ സ്നേഹമുള്ള ആളുകളാണ് അള്ളാഹുവിനോട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഈ കൂട്ടരിൽ അശദ്ദു ഹുബ്ബൻ ലില്ലയുടെ ആളുകളാക്കി മാറ്റട്ടെ. ആമീൻ. അപ്പോൾ ഖുസ്ർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കംപ്ലീറ്റ് ലോസ്, നഷ്ടം. അതായത് നഷ്ടത്തിലാണ്. ഫി ഖുസ്ർ, അതായത് നഷ്ടത്തിൽ തന്നെയാണ്, പൊതിയാണ്. എല്ലാ ഭാഗത്തു നിന്നും നഷ്ടത്തിൽ പൊതിഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് മനുഷ്യനുള്ളത്. അപ്പോൾ നമ്മൾ ഒരാൾ പള്ളീൻ്റെ ഉള്ളിലാണെന്ന് പറയുമ്പോൾ മുഴുവനായിട്ടും എന്താണ് അയാൾ പള്ളീൻ്റെ ഉള്ളിലാണ്, അയാളുടെ ചുറ്റും പള്ളീൻ്റെ കാര്യങ്ങൾ തന്നെയാണ് അല്ലേ? അപ്പോൾ നമുക്ക് മനസ്സിലാകും ഫിൽ മസ്ജിദ് എന്ന് പറഞ്ഞാൽ ഒരു പള്ളീൻ്റെ ഉള്ളിലാണെന്നുള്ളത്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫീ ഖുസ്ർ എന്ന് പറയുമ്പോൾ നഷ്ടത്തിൻ്റെ ഉള്ളിലാണ്, അതായത് ചുറ്റുപാട് നഷ്ടം പൊതിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിലാണ് എന്നാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖാസിർ എന്നോ നഷ്ടകാരി എന്നോ അല്ലെങ്കിൽ ഖുസ്റാൻ എന്നൊന്നല്ല ഉപയോഗിച്ചത്. ഇവിടെ എന്താ ഉപയോഗിച്ചത്? ഖുസ്റിൻ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്? തെൻവീൻ കൊണ്ടാണ്. തെൻവീൻ എന്ന് പറയുമ്പം ഒരു കാര്യത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എല്ലാ ടൈപ്പ്, അതായത് ഏതും ആകാം. ഇപ്പോൾ സ്പെസിഫിക് ആകും നമ്മൾ അൽ ഖുസ്ർ എന്നാണ് പറയുക. പക്ഷെ ഇവിടെ സ്പെസിഫിക് അല്ലാണ്ട് എല്ലാതും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾക്കൊള്ളിക്കുന്നത് കൊണ്ടാണ് എന്ത്? ഖുസ്റിൻ എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഖുസ്റിൻ എന്ന് പറയുമ്പം എന്താണ്? 5 വാക്കുകളായിട്ട് മാറണം. ഇപ്പോൾ ഖാസിർ എന്ന് പറയുമ്പം അവിടെ നമുക്കറിയാം 3 വാക്കുകളാണ് അല്ലേ? ഖുസ്റിൻ എന്ന് പറയുമ്പോൾ ഒരു നൂനും കൂടെ എന്താണ്? ഖ സീൻ റ പിന്നെ എന്താണ്? തെൻവീനായിട്ട് നൂന് വരുന്നുണ്ട്.
അപ്പോൾ അത്രയും എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പറയാണ് എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ഇപ്പോൾ നമ്മൾ നമ്മളുടെ ജനനം മുതൽ യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഒരു നഷ്ടത്തിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞില്ലേ, സമയം ഇങ്ങനെ നഷ്ടപ്പെട്ട് കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നമ്മളുടെ കുഴിയിലേക്ക്, നമ്മളുടെ ഖബറിലേക്ക് നമ്മളിങ്ങനെ അടുത്തടുത്തടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ സമയത്ത് നമ്മൾ എന്ത് ഗെയിൻ ചെയ്താലും യഥാർത്ഥത്തിൽ നമ്മൾ അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ സിംഗിൾ സെക്കൻഡ് ഓഫ് ലൈഫ് നമ്മളിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് എന്നൊരർത്ഥവും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് അടുത്ത ആയത്തിലൂടെ, ആരാണ് ഇതിൽ നിന്നും രക്ഷപ്പെട്ടു പോയിട്ടുള്ളത്? ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ എന്താ പറയുക, എല്ലാവരും എന്താണ് പറയുക, തോറ്റു പോയിട്ടുണ്ട്. അക്സെപ്റ്റ് ആരാണ് വിജയിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയാണ്. അതല്ലെങ്കിൽ എല്ലാവരെയും ഇപ്പോൾ ഒരു സോൾജറോട് നിങ്ങളൊക്കെ ഞങ്ങൾ വധിക്കും, എക്സെപ്റ്റ് ഈ ആളുകളല്ലാതെ എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പ്രാധാന്യം, ആരാണ് ഈ ആളുകൾ, ഇതിൽ നിന്ന് രക്ഷപ്പെടുന്ന ആളുകൾ ആരാണെന്ന് നമുക്ക് അറിയാനൊരു ആഗ്രഹം ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയാണ് ഈ ഒരു സുവർണത്തിനെ അതിനെ എന്താ പറയുക ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമുക്കൊരു ഒരു ആങ്സൈറ്റി അല്ലെങ്കിൽ ഒരു എക്സൈറ്റ്മെൻറ്റ്, എന്താ ആളുകളെ കുറിച്ചിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത് എന്നറിയാനുള്ളൊരു ആങ്സൈറ്റി, ഒരു എന്താ പറയുക ഇഷ്ടം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ആയത്തിൽ നമുക്ക് നൽകിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, 4 ക്വാളിറ്റീസിലുള്ള ആളുകൾ ഖുസ്റിൽ പെടുകയില്ല, അവർ ലഫി ഖുസ്റിൽ നിന്നും രക്ഷപ്പെട്ടു പോകുന്നവരാണ് എന്ന് പറയണം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, എന്താ, നിങ്ങൾ ഓരോ മൊമെൻറ്റ്സും ഏറ്റവും ബെനഫിഷ്യലായിട്ട് ഉപയോഗിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വൽ അസ്ർ എന്ന് നൽകിക്കൊണ്ട് നമ്മൾ ഓർമ്മപ്പെടുത്തി അല്ലേ. കാരണം സമയം എന്ന് പറഞ്ഞാൽ പ്രഷ്യസ് ആണ്. ഒരാൾക്കും പറയാൻ പറ്റില്ല എനിക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്, ഞാൻ ഇത് കഴിഞ്ഞിട്ട് ചെയ്യാം, നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. കാരണം ആർക്കും ആരുടെയും അസ്ർ കാലാവധി എപ്പോഴാണെന്ന് അറിയില്ല അല്ലേ. അപ്പം നമ്മളൊരിക്കലും എനിക്ക് സമയമുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലെഫ്റ്റ് ഓവർ സമയത്തിനെ പാഴാക്കി കളയാനേ പാടില്ല. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണെന്ത്, നമ്മൾക്ക് 4 കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഖുസ്റിൽ നിന്നും രക്ഷപ്പെട്ടു, നമ്മൾ എന്താ പറയുക വിജയികളുടെ കൂട്ടത്തിലായി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഇപ്പം നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ബ്രേക്ക് എടുക്കും അല്ലേ. ആ ബ്രേക്ക് എടുക്കുന്ന സമയം വരെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഹലാലായിട്ടായിരിക്കണം എന്ന് വീണ്ടും ഓർമ്മപ്പെടുത്താൻ. ഇപ്പം നമ്മൾ നല്ലൊരു ക്ലാസ്സൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ, ഫോൺ എടുത്തിട്ട് നമ്മൾ സ്ക്രോൾ ചെയ്യാൻ തുടങ്ങണം. ഇപ്പോൾ പലതും അല്ലാഹുക്ക് ഇഷ്ടമില്ലാത്തത് നമ്മളതിൽ കണ്ട് നമ്മുടെ സമയം ചിലവഴിച്ചു അല്ലേ. നേരെ മറിച്ച് നമ്മൾ എന്താ പറയുക, ഒരു നല്ലൊരു ഭക്ഷണം, അതായത് ഹലാലായിട്ടുള്ള ത്വയ്യിബായിട്ടുള്ള ഒരു ഭക്ഷണം കുറച്ച് നമ്മുടെ ബോഡിക്ക് ഒരു എനർജി കിട്ടാൻ വേണ്ടി ഉപയോഗിച്ചു. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് നേരം ഒന്ന് പ്രകൃതിയായിട്ട് ഒന്ന് കുറച്ച് നേരം ഇണങ്ങി കുറച്ച് നേരം നമ്മൾ സമയം ചിലവഴിച്ചു. ഇതൊക്കെ നമുക്ക് എന്താണ്, അത് ഒരു ഇബാദത്താണ്. നേരെ മറിച്ച് നമ്മൾ നമ്മളുടെ ഒഴിവ് സമയം കുറച്ച് ഞാനൊന്ന് റിലാക്സ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ ടി വി ഇരുന്നിട്ട് സിനിമ കാണുകയും അല്ലെങ്കിൽ മറ്റു രീതിയിൽ നമ്മളുടെ ഹറാമായിട്ടുള്ള രീതിയിൽ നമ്മളുടെ സമയത്ത് നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഖുസ്റിൽ പെട്ടുപോയി അല്ലേ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ് കാത്തുരക്ഷിക്കട്ടെ. യൂസ് ദ ടൈം ഇൻ ദ മോസ്റ്റ് ബെനിഫിഷ്യൽ വേ. വീണ്ടും 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 ഓർമ്മപ്പെടുത്തുന്ന സമയം പ്രഷ്യസ് ആണ്, ഐസ് പോലെയാണ്. അതൊരിക്കൽ തീർന്നാൽ പിന്നെ നമുക്ക് ഒരിക്കലും തിരിച്ച് കിട്ടില്ല. അല്ലാഹു സുബ്ഹാനല്ലാഹ് എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. അപ്പോൾ അല്ലാഹു എന്താ പറഞ്ഞത്, ഇല്ലല്ലദീന ഒഴികെ, അക്കൂട്ടരൊഴികെ, ആമനു. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു ഇവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ വാക്കുകൾ വെച്ച ഘടനയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആമനു എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചവർ അല്ലേ. അത് ആമനു എന്ന് പറഞ്ഞാൽ അക്കൂട്ടർ വിശ്വസിച്ചവരാകുന്നു എന്നർത്ഥമാണ്, വിശ്വസിക്കുന്നവർ എന്നർത്ഥമാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഈമാൻ ഇല്ലാണ്ട്, വിശ്വാസം ഇല്ലാണ്ട് നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്താലും ഒരു കാര്യമില്ല അല്ലേ, അതൊക്കെ പാഴായി പോകും. ഇപ്പോൾ ഒരു അമുസ്ലിം എന്ത് നല്ല കാര്യങ്ങൾ ചെയ്താലും അത് റബ്ബിൻ്റെ അടുത്ത് സ്വീകാര്യമല്ല. കാരണം എന്താണ്, അവർ ആമനും അല്ല, അവർ വിശ്വസിച്ചവരല്ല അല്ലേ. അപ്പോൾ ഈമാനാണ് ഏറ്റവും ആദ്യമായിട്ട് നമുക്ക് വേണ്ടത്. ആ ഈമാൻ എന്ന് പറയുമ്പം യഖീനോട് കൂടിയുള്ള ഈമാനായിരിക്കണം. നമ്മൾക്കറിയാം സഹാബാക്കളുടെ ഈമാൻ അല്ലേ, സംശയമില്ലാത്ത, ശക്കില്ലാത്ത, അല്ലെങ്കിൽ മുനാഫിക്കിന് സ്വഭാവമില്ലാത്ത, കപടതയില്ലാത്ത യഖീനോട് കൂടിയുള്ള ഈമാനായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെല്ലാം നമ്മളോട് വിശ്വസിക്കാൻ പറഞ്ഞോ അതിലെല്ലാം വിശ്വസിക്കണം. ഈമാൻ കാര്യങ്ങൾ 6 നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൽ ഓരോന്നും ഈമാൻ എന്ന് പറയുമ്പോൾ അള്ളാഹുവിൽ നമ്മൾ അങ്ങനെയും അടിയുറച്ച്, അള്ളാഹുവിൻ്റെ തൃപ്തിയിൽ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ അടിയുറച്ച് വിശ്വസിക്കേണ്ടത്. അള്ളാഹുവാണ് ഇലാഹ്, അള്ളാഹുവാണ് റബ്ബ് അല്ലേ. അള്ളാഹുവിൻ്റെ എല്ലാ നാമങ്ങളിലും വിശ്വസിക്കുകയും ആ നാമങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ വിശ്വാസിക്കുള്ളൂ. എന്താണ് ഈമാൻ എന്ന് പറയുമ്പം ജസ്റ്റ് നമ്മൾ വിശ്വസിക്കുക എന്ന് പറയല്ല, മാൽ ഖുബൂൽ വൽ ഇദ്ആൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. തസ്ദീഖു മാൽ ഖുബൂൽ വൽ ഇദ്ആൻ, അതായത് എന്താണ് പറയുക, സത്യപ്പെടുത്തുകയും ചെയ്യണം, ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യണം, അതുപോലെ തന്നെ നമ്മളത് പ്രവർത്തിക്കുകയും ചെയ്യണം. അതാ ഈമാനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യണം.
അപ്പോൾ മാത്രമാണ് നമ്മളുടെ ഈമാൻ പൂർണ്ണമാവുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും 100% ഈമാനോട് കൂടി നമ്മൾ ഓരോരുത്തരെയും ഈ ലോകത്ത് നിന്ന് ഇവിടെ പറയിപ്പിക്കട്ടെ. ആമീൻ. നമുക്കറിയാം യാ അയ്യുഹല്ലദീന ആമനു ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, ഇസ്ലാമിൽ നിങ്ങൾ മുഴുവനായിട്ടും പ്രവേശിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. അക്കൂട്ടറാണ് യഥാർത്ഥത്തിൽ ആമനു എന്ന് പറയാം. നമുക്കറിയാം ഒരുപാട് ആളുകൾ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറയും, പക്ഷെ അവർ അതിനനുസരിച്ച് പ്രവർത്തിക്കാറില്ല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത ഭാഗത്തിലൂടെ പറയുന്നത് വഅമിലുസ് സ്വാലിഹാത്ത്, അതായത് വിശ്വസിച്ചാൽ മാത്രം പോരാ. റബ്ബിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, റബ്ബ് ഞാനും ഭയങ്കര ബന്ധമാണ് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അല്ലെ? വാക്കുകൊണ്ട് മാത്രമല്ല നമ്മൾ പറയുന്നത് ഇത് എന്ന് പറഞ്ഞു, അതായത് നമ്മളവിടെ അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ പ്രവർത്തിക്കണം. ആമിലുസ് സാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കണം. ഈ പ്രവർത്തിക്കുമ്പോൾ നമ്മൾക്ക് തോന്നിയതൊക്കെ സൽക്കർമ്മം നമുക്ക് പറയാൻ പറ്റും? ഇല്ല. അവിടെയും നമ്മൾ എന്ത് വേണം? സുന്നത്തും വേണം, ഇഖ്ലാസും വേണം. നമ്മളവിടെ മറ്റുള്ളവരെ കാണിക്കാനാകുമ്പോൾ ആമിലുസ് സാലിഹാത്ത് അല്ല, അത് ഷിർക്കിലേക്ക് പോയി, അല്ലേ? അപ്പോൾ നമ്മൾ ആമിലുസ് സാലിഹാത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂലാക്കുന്ന അമലാകണം എന്നുണ്ടെങ്കിൽ അതിൽ ഇഖ്ലാസ് വേണം. അതുപോലെ തന്നെ അതിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുള്ളതായിരിക്കണം. ഒരിക്കലും അതല്ലാത്തതെല്ലാം തള്ളപ്പെട്ടു പോകുന്നതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിലൊരുപാടുണ്ട്. നമ്മൾക്ക് അള്ളാഹുവിനോടുള്ള കടമ, അല്ലേ? അള്ളാഹുവിനോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. അതുപോലെ തന്നെ മനുഷ്യന്മാരോടുള്ള ബാധ്യതയും ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അമലുസ് സാലിഹാത്ത് ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് റൂൾസും റെഗുലേഷൻസും ഒക്കെ നമ്മളുടെ ഏറ്റവും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജീവിതത്തിന് വേണ്ടിയിട്ട് ഈ ലോകത്ത് നമുക്ക് ഓരോരുത്തർക്കും നൽകിയിട്ടുണ്ട്. ആ അള്ളാഹു നൽകിയിട്ട് റൂൾസുകളും കമാൻഡ്സുകളും ഒക്കെ നമ്മൾ ഫോളോ ചെയ്തിട്ട് ഈ ലോകത്തുള്ള ആളുകളോട് നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് വേണ്ടിയിട്ട് ഏറ്റവും നല്ല രീതിയിൽ സൽക്കർമ്മങ്ങൾ നൽകിക്കൊണ്ട് നമ്മൾ ഈ ലോകത്ത് ജീവിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഖുസ്ർ എന്നുള്ള ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതാണ്. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും പ്രൊട്ടക്റ്റ് ചെയ്യട്ടെ. ആമീൻ. അപ്പോൾ ആമനു വഅമിലുസ് സാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും. ഈ വിശ്വാസം എന്ന് പറഞ്ഞത് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? നമുക്ക് വേണ്ടിയിട്ടുള്ളത് തന്നെയാണ്, അല്ലേ? അതായത് നമ്മൾ വിശ്വസിച്ചാൽ മാത്രമാണ് നമുക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് സ്വർഗം കിട്ടുകയുള്ളൂ. അമലുസ് സാലിഹാത്ത്, നമ്മൾ നല്ല അമലുകൾ ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? അതും അള്ളാഹുവിന് വേണ്ടിയിട്ടാണ്, അല്ലേ? അള്ളാഹുവിന് പ്രതിഫലം ലഭിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. അപ്പോഴും അത് നമുക്ക് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ അമലുസ് സാലിഹാത്ത് ചെയ്യുന്നത്. നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ അത് അമലുസ് സാലിഹാത്ത് ആണെങ്കിലും അത് ആർക്ക് വേണ്ടിയിട്ടാണ്? നമുക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾക്ക് അതിൽ നിന്നും പ്രതിഫലം കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നമ്മൾ അമലുസ് സാലിഹാത്ത് ചെയ്യുന്നത്. മറ്റുള്ളവർക്ക് നമ്മൾ എന്ത് ചെയ്യണമെങ്കിൽ നമ്മളൊരു ഇൽമ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവർ നന്നാവണം എന്നുള്ള ഉദ്ദേശത്തിലുപരി ഇത് എനിക്ക് റബ്ബിൻ്റെ അടുത്ത് നിന്ന് പ്രതിഫലം ലഭിക്കണമല്ലോ എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്, അല്ലേ? പിന്നെ അതിനുശേഷം ഓർഡർ നോക്കുക. ആദ്യം ആമനെ വിശ്വസിക്കുക, സൽക്കർമ്മം പ്രവർത്തിക്കുക. പ്രവർത്തിച്ച ശേഷം മാത്രമാണ് നമ്മൾ നെക്സ്റ്റിലേക്ക് പോകാൻ പാടുള്ളൂ. വതവാസൗ ബിൽ ഹഖ്, അന്യോന്യം എന്ത് ചെയ്യണം? നന്മ, സത്യം കൈക്കൊള്ളാൻ ഉപദേശിക്കണം. സുബ്ഹാനല്ലാഹ്. ഇപ്പോൾ ഒരു ദാഇ എന്നുള്ള നിലക്ക് ഒരു വ്യക്തി മറ്റുള്ളവർത്തൊക്കെ നിങ്ങൾ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഇതാക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അമലുസ് സാലിഹാത്ത് ചെയ്യുന്നില്ല. അല്ലാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്, അമലുസ് സാലിഹാത്ത് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ നിസ്കരിക്കണം, നോമ്പ് നോൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റുള്ളവരൊക്കെ പറഞ്ഞ ശേഷം അവരൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ വ്യക്തി അമലുസ് സാലിഹാത്ത് ചെയ്യുക, അങ്ങനെ ആകാൻ പറ്റുമോ? ഇല്ല. ആദ്യം നമ്മൾ ആ ഒരു കാര്യം നമ്മൾ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ അത് പറയാൻ പാടുള്ളൂ, അല്ലേ? ലിമതഖൂലൂന മാ ലാ തഫ്അലൂൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അതൊക്കെ ഭയങ്കര ഗ്രേവ്, നമ്മൾ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് കുത്തിയിറക്കുന്ന ആയത്തുകളാണ്. നമ്മൾ പ്രവർത്തിക്കാത്ത കാര്യം പറയുന്നുണ്ടോ എന്നുള്ളത്. എല്ലാവരും പ്രത്യേകിച്ചും മറ്റുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഹക്ക് പറഞ്ഞു കൊടുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമാണെന്ത് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പോൾ അതാണ് വതവാസൗ ബിൽ ഹഖ്, അതായത് ഹക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക. ഹക്ക് പറയുമ്പോൾ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മറ്റൊരാൾക്ക് നമ്മൾ ഹക്ക് ഉപദേശിക്കുമ്പോൾ അവരുടെ അടുത്ത് നമുക്ക് തിരിച്ചും ഹക്ക് കിട്ടുന്നതാണ്. അവർ നമ്മളെയും നമ്മൾക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾക്ക് സത്യം ഉപദേശിക്കും, അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഈ ഒരു ചങ്ങലയിൽ നമ്മളുണ്ടായിരിക്കണം. അതായത് വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും വതവാസൗ ബിൽ ഹഖ്, എന്താണ് ഹക്ക് പറയുന്ന ആളുകളുടെ കൂട്ടത്തിലും നമ്മൾ ഉണ്ടാകേണ്ടതുണ്ട്. എന്നിട്ട് അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് വതവാസൗ ബിസ്സബ്ർ. അപ്പം ആദ്യം ആമനു, പിന്നെ വഅമിലുസ് സാലിഹാത്ത്, പിന്നെ വതവാസൗ ബിൽ ഹഖ്, അല്ലേ? ഇപ്പം നമുക്കറിയാം ഹക്ക് പറയുന്നിടത്തൊക്കെ എപ്പോഴും നമുക്ക് ഒരുപാട് തിരിച്ചടികൾ ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യം പറഞ്ഞു തുടങ്ങിയപ്പം, ദീന് പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് ശത്രുക്കൾ
അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയത് അല്ലേ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ സബറോട് കൂടി നിൽക്കുകയാണ്. അപ്പോൾ പരസ്പരം സത്യം പറയുന്ന ആളുകൾ അല്ലെങ്കിൽ അന്യോന്യം സത്യം ഉപദേശിക്കുന്ന ആളുകൾ അവർക്ക് ഓട്ടോമാറ്റിക്കലി ഉണ്ടാകേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് ക്ഷമ. അപ്പോൾ ക്ഷമ കൈക്കൊള്ളാൻ അന്യോന്യം ഉപദേശിക്കുകയും ചെയ്തവരാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ഹുസ്റിൽ നിന്ന് രക്ഷപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു സ്വബറിനെ കുറിച്ച് പഠിക്കാം. സ്വബർ എന്ന് പറഞ്ഞാൽ ഒരുപാട് രീതികളിലുണ്ട്. അള്ളാഹുൽ അനുസരിക്കുന്നതിൽ നമുക്ക് സ്വബർ വേണം അല്ലേ. നമുക്കറിയാം 4 റക്അത്ത് നമ്മൾ നമസ്കരിക്കുക എന്നുള്ളത് നമ്മൾ യഥാർത്ഥത്തിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ മാറ്റി വെച്ചിട്ട് നമ്മുടെ ക്ഷമ കൈക്കൊണ്ടിട്ടാണ് യഥാർത്ഥത്തിൽ നമ്മൾ നിസ്കരിക്കുന്നത്. ആ 4 നമുക്ക് 5 ആക്കാൻ പറ്റില്ല. അപ്പം നമ്മളവിടെ തെറ്റിച്ചു അല്ലേ. അപ്പം ക്ഷമ അള്ളാഹുൽ അനുസരിക്കുന്നതിലും അതുപോലെ തന്നെ അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിലും നമുക്ക്, അതായത് ധിക്കരിക്കാതിരിക്കാൻ നമുക്ക് എന്ത് വേണം, ക്ഷമ വേണം അല്ലേ. നമുക്ക് തെറ്റായ കാര്യം ചെയ്യാതിരിക്കാൻ നമുക്ക് ഏറ്റവും കൂടുതൽ ക്ഷമ ആവശ്യമുള്ളത്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ വിധികളിൽ ഖദറുകളിൽ നമുക്ക് എന്ത് വേണം, ക്ഷമ വേണം. നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണ് നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ലഭിക്കുള്ളൂ, സബർ ലഭിക്കുള്ളൂ അല്ലേ. നമ്മൾ ആ ഒരു വിശ്വാസത്തിൽ നമുക്കതിൽ പൂർണ്ണമായിട്ടുള്ളൊരു ഈമാൻ ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്കവിടെ സബർ കിട്ടില്ല. അപ്പം സത്യം പറഞ്ഞാൽ എല്ലാം കണക്റ്റഡ് ആണ്. വിശ്വസിക്കുന്ന ആളുകൾക്ക് എന്തായാലും സബർ ആവശ്യമാണ്. വിശ്വസിക്കുന്ന ആളുകൾ അമലു സ്വാലിഹാത്ത് ചെയ്യണം. വിശ്വസിക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം, അവർ പരസ്പരം സത്യം പറയണം, അതായത് സത്യം കൈക്കൊള്ളാൻ ഉപദേശിക്കുകയും വേണം. സുബ്ഹാനല്ലാഹ്. അതുപോലെ അങ്ങനത്തെ ആളുകൾ എന്തായാലും സബർ കൈക്കൊള്ളാൻ ഉപദേശിക്കുന്ന ആളുകളായിരിക്കണം. അവർ മറ്റുള്ളവരോട് പറയുകയും വേണം. അതുപോലെ തന്നെ സ്വന്തം സബറോട് കൂടി ജീവിക്കുന്ന ആളുകളും ആയിരിക്കണം. മറ്റുള്ളവർക്ക് നമ്മൾ റിമൈൻഡ് ചെയ്യുമ്പോൾ നമുക്കും തന്നെ അങ്ങനത്തെ അവസ്ഥകൾ വരുമ്പം മറ്റുള്ളവരും നമ്മളെയും റിമൈൻഡ് ചെയ്യും. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ഒരു ഇസ്ലാമിക് പീപ്പിളിൻ്റെ കൂട്ടത്തിലാകുമ്പോഴാണ് നമുക്ക് ഇതൊക്കെ കിട്ടുള്ളൂ അല്ലേ. നമ്മൾ കംപ്ലീറ്റ്ലി ഒരു അനിസ്ലാമികമായിട്ടൊരു സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇത്രയും ശക്തിയോട് കൂടി ചിലപ്പോൾ നിൽക്കാൻ പറ്റുന്ന വരില്ല അല്ലേ. നമുക്ക് വതവാസോബിൽ ഹക്കും വതവാസോബി സബറും നമ്മൾ അത്രയ്ക്കും ഈമാനോട് കൂടി നിന്നാൽ മാത്രമേ നമുക്കൊണ്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആളുകളുടെ കൂട്ടത്തിലായി പോകും. അതുകൊണ്ട് നമ്മൾ സബറോട് കൂടി നമ്മൾ ഏതൊരു സാഹചര്യങ്ങളും നമ്മൾ മുന്നോട്ട് തരണം ചെയ്തുകൊണ്ടേയിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്താണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ഒരുപാട് ലെസൺസുകൾ നമുക്കിത് അൽഹംദുലില്ലാഹ് കിട്ടിയിട്ടുണ്ട്. ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സമയത്തിൻ്റെ വില. മറ്റൊന്നിനും നമ്മൾ കൊടുക്കുന്നത് അതിനേക്കാളും ഏറ്റവും കൂടുതൽ സമയം, ഏറ്റവും കൂടുതൽ നമ്മൾ വില കൊടുക്കേണ്ടത് സമയത്തിനെയാണ്. വെറുതെ പാഴാക്കി കളയരുത് സമയം. എന്തിലായാലും സംസാരത്തിലായാലും ഒന്നും അതിര് കവിഞ്ഞ് നമ്മൾ സമയത്തിൻ്റെ ആ ഒരു പ്രാധാന്യം അറിഞ്ഞുകൊണ്ട് നമ്മൾ ഒന്നും ചെയ്യരുത്. എൻ്റെ സമയം എനിക്ക് കുറച്ചും കൂടെ ഉള്ളല്ലോ, ഞാൻ അസ്ർ സമയത്തെത്തി, സൂര്യൻ അസ്തമിക്കാൻ സമയം ആയിട്ടുണ്ടല്ലോ, അപ്പോഴേക്കും എൻ്റെ ഈ ഒരു പ്രവൃത്തികളൊക്കെ ചെയ്തു തീർക്കണമല്ലോ എന്നുള്ള ആ ഒരു വെമ്പലിലായിരിക്കണം നമ്മളുടെ എല്ലാ സമയവും. അല്ലാഹു സുബ്ഹാനഹു നമുക്ക് എല്ലാവർക്കും സമയത്തിൽ ബർക്കത്ത് നൽകട്ടെ. ഏറ്റവും നല്ല അമലു സ്വാലിഹാത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചു എന്താണ്, മനുഷ്യന്മാർ ഓരോരുത്തരും നഷ്ടകാരികളാണ്. ആ നഷ്ടത്തിൽ പെടാതിരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു നമുക്ക് ടിപ്പ് തന്നിട്ടുണ്ട്. 4 സക്സസ് ടിപ്പുകൾ തന്നിട്ടുണ്ട്. അപ്പം ഒരു വിശ്വാസിയായ ഒരു വ്യക്തി തീർച്ചയായിട്ടും വിശ്വാസം മാത്രം പോരാ, അമലു സ്വാലിഹാത്ത് ചെയ്യണം അല്ലേ. വിശ്വാസം അള്ളാഹു നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അമലു സ്വാലിഹാത്ത് നമ്മൾക്ക് വേണ്ടിയിട്ടാണ്. വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. അതൊക്കെ നമ്മൾ മനുഷ്യരോടാണെങ്കിൽ പോലും എന്തും അവസാനം പ്രതിഫലം നമുക്ക് തന്നെയാണ്. അതുകൊണ്ട് ഒന്നിനെയും നമ്മൾ ചെറുതായിട്ട് ഒന്നും കാണരുത്. എല്ലാം നമുക്ക് പ്രതിഫലം കിട്ടുന്ന കാര്യങ്ങളാണെന്ന് മനസ്സിലായിക്കൊണ്ട് നമ്മൾ മൂവ് ഫോർവേഡ്. നമ്മൾ സ്റ്റെപ്പ് ബാക്കിലേക്ക് എടുക്കരുത്. ഡോണ്ട് സ്റ്റോപ്പ്, മൂവ് ഓൺ വിത്ത് സബർ. സബറോട് കൂടി നമ്മളുടെ ജീവിതത്തെ നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ എല്ലായിടത്തും സബർ കൈക്കൊണ്ടുകൊണ്ട് നമ്മളുടെ പരീക്ഷണ ഘട്ടങ്ങളിലായാലും മറ്റുള്ളവരായിട്ട് ഡീലിങ്സിലായാലും എല്ലായിടത്തും അല്ലാഹുവിൻ്റെ അടുത്ത് നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളും എല്ലാത്തിനും നമ്മൾ സബർ കൈക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വിജയിച്ച ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരും സഹായിക്കട്ടെ. ഇപ്പം നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്, ഒരു 10 മിനിറ്റ് എനിക്കത് കേൾക്കാൻ സമയമില്ല നമ്മൾ പറയാറുണ്ട്. സുബ്ഹാനല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒരു 10 മിനിറ്റ് നമുക്ക് റബ്ബിൻ്റെ കാര്യത്തിൽ സമയമില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭീകരത എത്രയാണല്ലേ. നമുക്ക് ചിലപ്പം 1 മണിക്കൂർ നമുക്ക് മറ്റൊരാളടുത്ത് സംസാരിക്കാൻ സമയമുണ്ടാകും. 1 മണിക്കൂർ നമുക്ക് പാർക്കിൽ പോകാൻ സമയമുണ്ടാകും. 1 മണിക്കൂർ നമുക്ക് കുടുംബങ്ങളെ വിസിറ്റ് ചെയ്യാൻ സമയമുണ്ടാകും. പക്ഷേ ഒരു 10-15 മിനിറ്റ് ഖുർആൻ ഹിഫ്ളൊന്നും ചെയ്യാൻ ഇതിനൊന്നും നമുക്ക് സമയമില്ല. ഖുർആൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ അല്ലാഹു സുബ്ഹാനഹു നമ്മളെല്ലാവരും കാത്തുരക്ഷിക്കട്ടെ. ഫസ്തബിഖുൽ ഖൈറാത്ത്, നിങ്ങൾ ഖൈറിലേക്ക് മുന്നേറുക എന്ന് നബി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഖൈറിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് കിട്ടുന്ന ഏതൊരവസരവും നമ്മൾ ഖൈറിലേക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ഇപ്പോൾ ഒരാൾ നിങ്ങളടുത്ത് ആ ഒരു ഗ്രൂപ്പിൻ്റെ ലിങ്ക് തരുമോ എന്ന് ചോദിക്കുമ്പോൾ
അത് വേറെ ആരെങ്കിലും കൊടുത്തോളും എന്ന് പറഞ്ഞതിന് പകരം നമ്മൾ തന്നെ പോയിട്ട് അത് തിരഞ്ഞെടുത്ത് കൊടുക്കുക. അവിടെ എന്താണ് നമ്മൾ ഹയറിന് വേണ്ടിയിട്ട് അവരൊരു ഹയറായിട്ടുള്ള കാര്യത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, അവരെ എന്താണ് എൻകറേജ് ചെയ്തു അല്ലേ. അവിടെ നമ്മൾ അതിൽ മുന്നേറി. സുബ്ഹാനല്ലാഹ്, അങ്ങനത്തെ ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും ആകാൻ ശ്രമിക്കുക. ഇനി അവസാനമായിട്ട് ജസ്റ്റ് ഈ ഒരു ആയത്തുകളെ ആസ്പദമാക്കിയിട്ടൊരു ഒരു കാർട്ടൂൺ കണ്ടതാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് അതും കൂടെ പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ സമയം ഇങ്ങനെ എന്താണ് സ്ക്യൂസ്ഡ് ആയിട്ടാണല്ലേ, അതായത് നമ്മൾ മെൽറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമയം. അപ്പോൾ നമ്മളൊരു വെള്ളത്തിലാണെന്ന് വിചാരിക്കുക, നമ്മൾ വെള്ളത്തിൽ ഉറങ്ങിപ്പോയിട്ടുണ്ട്, നമ്മൾ അങ്ങനെ മുങ്ങി താഴ്ന്നുകൊണ്ടേയിരിക്കുകയാണ്. പെട്ടെന്നാണ് നമുക്ക് മനസ്സിലായത് എന്ത്, കണ്ണ് തുറന്നപ്പോൾ നമ്മൾ മുങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ ഇനി മുങ്ങിപ്പോയാൽ നമ്മൾ മരിച്ചു പോകും. നമുക്കിനി സമയമില്ല. നമ്മൾ അതായത് സർഫസിലെത്തിയാൽ മാത്രമേ നമുക്ക് കാര്യമുള്ളൂ, അല്ലെങ്കിൽ ഒക്കെ വെറുതായി പോകും, നമ്മളിപ്പോൾ മരിച്ചു പോകും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അവിടെ നമ്മൾ അപ്പോൾ നമുക്ക് മനസ്സിലായി ഇന്നലെ ഇൻസാന ഫി ഖുസ്ർ, നമ്മൾ നഷ്ടത്തിലായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. നമ്മൾ നഷ്ടകാരികളായിട്ട് താഴത്തോട്ട് ഇങ്ങനെ ആ ഒരു സമയമില്ലാത്ത സമയത്ത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിന് അഗെയിൻസ്റ്റായിട്ട് മുകളിലേക്ക് കുതിച്ച് നമ്മൾ കണ്ണ് തുറന്നിട്ട് നമ്മൾ നീന്തി പോകേണ്ടതുണ്ട്. അതാണ് സ്വിമ്മിങ് അഗെയിൻസ്റ്റ് ദ ഫ്ലോ. അതായത് നമ്മൾ ഒഴുക്കിനനുസരിച്ച് താഴത്തോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മരിച്ചു പോകും. നമ്മൾ അഗെയിൻസ്റ്റ് ദ ഫ്ലോയിൽ നമ്മൾ തുഴയാണെന്നുണ്ടെങ്കിൽ ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് ആയിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിൽ പോകും. അപ്പോൾ നമ്മൾ അമലു സ്വാലിഹാത്ത് നമ്മൾ മനസ്സിലാക്കി, നമ്മൾ വിശ്വസിച്ചു, നമ്മൾ എന്താണ് ഇങ്ങനെ ഇരുന്നാൽ പോരാന്ന് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് കുതിക്കുകയാണ്. അമലു സ്വാലിഹാത്ത് ചെയ്തുകൊണ്ട് നമ്മൾ ഉയരത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്താണ്, ആ സമയത്ത് നമുക്കറിയാം നമ്മുടെ കാലൊരു ചെങ്ങല ഉണ്ടായിരുന്നു. അപ്പോൾ അത് വേറൊരാളായിട്ട് കെട്ടിയിട്ടുണ്ട്. അതായത് ഈ ലോകത്തുള്ള മറ്റാളുകൾ, അവരെയും കൈപിടിച്ച് ഉയർത്തിക്കൊണ്ട് നമുക്ക് പോകേണ്ടതുണ്ട്. പക്ഷെ അവരുറങ്ങണം. അപ്പോൾ അവരെ ഉറക്കത്തിൽ ഉണർത്തിയിട്ട് വാ പോവാന്ന് പറഞ്ഞ് അവരെ വിളിച്ച് എന്ത് ചെയ്യണം, അഥവാ സ്വാബിൽ ഹക്ക്, സത്യം പറഞ്ഞു കൊടുത്തിട്ട് അവരെയും കൂട്ടിക്കൊണ്ടുപോകുക. പക്ഷെ എന്താണ്, അതേസമയം അവരത് അനുസരിക്കുന്നുണ്ടാവില്ല. അപ്പോൾ വീണ്ടും നമ്മൾ സബറോട് കൂടി അഥവാ സ്വാബിരി നമ്മൾ അവരെ വീണ്ടും ഉണർത്തിയിട്ട് നമ്മൾ എന്താണ് മുന്നോട്ട് കുതിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ കുതിച്ച് പോയിക്കൊണ്ടേയിരിക്കുക. അങ്ങനത്തെ ഉള്ളവർ മാത്രമാണ് എന്ത് ഇന്നൽ ഇൻസാൻ ലഫീ ഖുസ്റിൽ നിന്നും രക്ഷപ്പെടുകയുള്ളൂ. അപ്പം നമ്മൾ ഒരു മുസ്ലിം, ഒരു മുഅ്മിനായിട്ടുള്ളൊരു വ്യക്തി മറ്റുള്ളവരോട് സത്യം പറയാൻ ഒരു ദായി കൂടെ ആയിരിക്കണം. മറ്റുള്ളവർക്ക് നന്മ ഉപദേശിക്കണം. അതോടൊപ്പം തന്നെ സബ്രോട് കൂടി നമ്മൾ ഉപദേശിക്കേണ്ടതുണ്ട് എന്നും നമ്മൾ ഏറ്റവും നല്ല വിശ്വാസത്തോടു കൂടി, ഏറ്റവും നല്ല അമലു സ്വാലിഹാത്തോടു കൂടി തന്നെ നമ്മൾ കുതിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം എന്നും ഉള്ളൊരു പാഠം അല്ലാഹു സുബ്ഹാനഹു നമുക്ക് ഈ ഒരു സൂറത്തിൽ നിന്ന് നൽകിയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ഈ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്തുകൊണ്ട് ഏറ്റവും സന്തുഷ്ടമായിട്ടുള്ള സംതൃപ്തമായിട്ടുള്ള ജീവിതം നയിച്ചുകൊണ്ട് റബ്ബിനെ നാളെ കണ്ടുമുട്ടാനുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. നമ്മളിപ്പോൾ ഈ കേട്ടുള്ള ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അല്ലാഹുവിൽ നിന്ന് മാത്രമാണ്. എന്തെങ്കിലും തെറ്റുകൾ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും ശൈത്താനിൽ നിന്ന് മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു നമ്മളുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കട്ടെ. നമ്മുടെ എല്ലാ കർമ്മങ്ങളും സൽക്കർമ്മമാക്കി അല്ലാഹു സുബ്ഹാനഹു മാറ്റട്ടെ. ഓരോ സമയവും നമ്മളെ ഏറ്റവും ബെനഫിഷ്യലായിട്ട് റബ്ബിന് ഇഷ്ടമുള്ള രീതിയിൽ ഉപയോഗപ്പെടുത്താൻ റബ്ബിൻ്റെ തൗഫീഖ് നമുക്ക് ലഭിക്കട്ടെ. റബ്ബ് തൗഫീഖ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്തിനും പറ്റുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു നമ്മളെല്ലാവരും നേരായിട്ടുള്ള മാർഗത്തിലൂടെ സിറാത്തുൽ മുസ്തഖീമിലൂടെ നമ്മളെല്ലാവരും നയിക്കട്ടെ. ആമീൻ. ഏറ്റവും നല്ല രീതിയിൽ അമലുകൾ ചെയ്യാനുള്ള ഹിദായത്ത് റബ്ബ് നൽകട്ടെ. അതുപോലെ തന്നെ ഇൽമ് നേടിക്കൊണ്ട് പഠിച്ച ഇൽമുകൾ അമലാക്കാനുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. ആമീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. اللهم ثبتنا عند الموت بلا إله إلا الله. جزاكم الله خيرا. بارك الله فيكم. سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت نستغفرك ونتوب إليك. السلام عليكم ورحمة الله وبركاته.